ഹായ് TM ഫാമിലി. ഒരു തെളിവും അവശേഷിപ്പിക്കാതെ ദമ്പതികളെ മാത്രം ടാർഗറ്റ് ചെയ്ത് അവരുടെ താലിമാലയും അരഞ്ഞാണുകളും കൊലപാതകം ചെയ്ത ശേഷം കൊണ്ടുപോകുന്ന കൊലയാളികൾ 82ഓളം മരണങ്ങൾ നടന്ന ശേഷവും പോലീസിന് ഒന്നും കണ്ടെത്താൻ പറ്റുന്നില്ല. പിന്നീട് പ്രതീക്ഷിക്കാത്ത പല ട്വിസ്റ്റുകളോടും കൂടി ചുരുളഴിച്ച ഒരു അടിപൊളി കഥയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഏറ്റവും പുതുതായിട്ട് ഇപ്പോൾ അടുത്ത് റിലീസായിട്ടുള്ള നമ്മുടെ സമുദ്രകനി അഭിനയിച്ച തടയം എന്ന സീരീസിന്റെ ഫുൾ എക്സ്പ്ലനേഷൻ ആണിത്. കഥയിലേക്ക് പോകുന്നതിന് മുൻപ് എല്ലാ കൂട്ടുകാരും ഇപ്പൊ തന്നെ ഈ വീഡിയോയ്ക്ക് ഒരേ ഒരു ലൈക്ക് ഒന്ന് തട്ടിവിടുക. അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ട്വിസ്റ്റ് മലയാളം എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്ത് വെച്ചോളൂ. പിന്നെ ഇന്നലെ റോസലിൻ എന്ന ഏറ്റവും പുതിയ സീരീസിന് കോപ്പറേറ്റ് വന്നതുകൊണ്ട് തന്നെ ട്വിസ്റ്റ് മലയാളി സീരീസ് എന്ന ചാനലിലെ ആ വീഡിയോ ഞാൻ ഫുള്ളായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പല കൂട്ടുകാരും അത് കണ്ടിട്ടില്ല. ഒന്ന് ആ വീഡിയോ കണ്ട് ലൈക്കും ഷെയറും കമന്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് തുടങ്ങിയാലോ. ഈ കഥയുടെ ആരംഭത്തിലെ 1995 അർദ്ധരാത്രി സമയമായപ്പോ കുറേയധികം ആളുകളിലെ ഒരു കൗൺസിലറെ കൊല്ലാനായിട്ട് പിന്നാലെ ഓടിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ വയലിൻ ചാടി അയാള് മറുഭാഗത്തെത്തിയപ്പോ പെട്ടെന്ന് വീണു പോവാണ്. അപ്പോ കൊല്ലാനായിട്ട് വന്ന ആളുകള് കൗൺസിലറുടെ തൊട്ട് പിന്നിലെത്തിയിട്ടുണ്ട്. അപ്പോഴാണ് ഭാഗ്യത്തിന് അയാളുടെ മുമ്പിലെ ഒരു പോലീസ് ജീപ്പ് വരികയാണ്. അപ്പോ ആ ജീപ്പ് തടഞ്ഞിട്ട് അതിൽ നിന്നിറങ്ങിയ SI ഇല്ലേ അയാളുടെ കാല് പിടിച്ച് എന്നെ രക്ഷിക്കാൻ പറയുമ്പോ അയാളില്ലേ ആ കൗൺസിലറെ അടിച്ച് താഴെയിടാണ്. അയാൾക്ക് രക്ഷകനാകുന്ന കരുതിയ പോലീസ് തന്നെ അയാളെ കൊല്ലാൻ കൂട്ടു നിൽക്കുകയാണ്. അങ്ങനെ ആ റൗഡുകളെയും കൂട്ടിയിട്ട് ആ ഇൻസ്പെക്ടർ അവിടെ നിന്ന് തിരിച്ചു പോകുന്നുണ്ട്. അടുത്ത സീനില് നമ്മൾ കാണുന്നത് 4 വർഷം കഴിഞ്ഞ് 1999 ഒരു ഗ്രാമത്തിലെ കാഴ്ചയാണ്. അത് രാവിലെ പാല് കൊടുക്കാൻ വരുന്ന ആള് ഒരു വീട്ടില് എത്ര ബെല്ലടിച്ചിട്ടും ആരും പുറത്തു വരുന്നില്ല. ലൈറ്റും ഓഫ് ആക്കിയിട്ടില്ല. അപ്പൊ അയാളാണെങ്കിൽ അല്ല എന്തായിരിക്കും വാതിൽ തുറക്കാത്തെ, മുമ്പിൽ ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോ പിൻവാതിൽ ഓപ്പൺ ആണെന്ന് പോയി നോക്കുമ്പോ ഓൾറെഡി തുറന്നു വെച്ചിട്ടുണ്ട്. ഉള്ളിലേക്ക് കയറപ്പോഴാണ് അവിടെ രക്തത്തിന്റെ പുഴ കാണുന്നത്. അപ്പൊ ആൾക്കാരും പേടിച്ച് അയാളുടെ പാത്രം ഇട്ടിട്ട് നേരെ സ്റ്റേഷനിലേക്ക് പോയിട്ട് കാര്യം അറിയിക്കുന്നുണ്ട്. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് നമ്മള് ഒരു SIയെ കാണുന്നുണ്ട്. ഇങ്ങേര് തന്നെയാണ് നമ്മുടെ ഈ കഥയിലെ നായകനായിട്ടുള്ള അദിമാൻ, അതായത് നമ്മുടെ സമുദ്രകനി തന്നെ. അപ്പോ സ്റ്റേഷന്റെ പുറത്ത് ഒരു ചെറിയ ചായക്കടയിലിരുന്ന് ചായയില് ബിസ്ക്കറ്റ് മുക്കി കഴിക്കുമ്പോ ബിസ്ക്കറ്റ് പൊട്ടിപ്പോവാണ്. അപ്പോ കടയുടെ ഓണറോട് എന്റെ കട തൊട്ടപ്പുറത്തില്ലേ, അവിടുന്ന് ബിസ്ക്കറ്റ് വാങ്ങിയ പോരെ, ചായയില് മുക്കി കഴിക്കാനേ പറ്റുന്നില്ല, പൊട്ടിപ്പോവാ. അപ്പൊ അയാളാണെങ്കിൽ അത് നിന്റെ കടയിൽ നിന്ന് വാങ്ങിയതാ, കാക്കി ഷർട്ടിട്ട് ഈ സ്റ്റേഷനിൽ വന്നില്ലേ അന്ന് മുതല് ഞാൻ ഇവിടെ കട നടത്തുന്നയാ, അപ്പൊ അധികം തള്ളം തുറക്കാതെ ചായ കുടിച്ചാ പോരെ. അപ്പോഴാണ് ഒരു കോൺസ്റ്റബിൾ വന്നിട്ട് നമ്മുടെ അദിമാനോട് സാറേ ഒരു കൊലപാതകം നടന്നുവെന്ന് സ്റ്റേഷനിലേക്ക് ഒരാൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, നമുക്ക് വേഗം തന്നെ പോയാലോ. അപ്പൊ അദിമാനാണെങ്കിൽ ഓൾറെഡി മരിക്കാനുള്ളവരും മരിച്ചില്ലേ, തിരക്ക് പിടിച്ച് പോയിട്ട് എന്തിനാ, നീയും ഒരു ചായ കുടിക്കേ. എനിക്ക് ചായ വേണ്ട സാറേ, അപ്പൊ നമുക്ക് പോവാം, നിന്നെ കൊണ്ട് തീരെ സമാധാനമില്ലല്ലോ. അങ്ങനെ സ്റ്റേഷനിലെത്തിയിട്ട് തന്റെ ടീമിനെയും കൂട്ടി നേരെ ആ ക്രൈം നടന്ന സ്ഥലത്തേക്ക് പോകുമ്പോ ഓൾറെഡി അവിടെ ജനങ്ങൾ തടിച്ചു കൂടിയിട്ടുണ്ട്. പാൽക്കാരൻ കണ്ട കാര്യങ്ങൾ പറയുമ്പോ അസിസ്റ്റന്റ് കോൺസ്റ്റബിളിനോട് ഫോറൻസിക് ടീമിനെ അറിയിച്ചോ. സാറേ അവര് വന്നോണ്ടിരിക്കുക, വരുന്ന വഴിക്ക് അവരുടെ വണ്ടി കംപ്ലൈന്റ് ആയിട്ട് പകുതി വഴിക്കായി പോയിട്ടുണ്ട്, വേഗം തന്നെ എത്തുന്ന പറഞ്ഞ്. അപ്പൊ അദിമാനാണെങ്കിൽ അവരെത്തിയിട്ടില്ലേ, ഒരു ചായ പോലും കുടിക്കാൻ വിടാതെ ഇതിനാണോ നീ തിരക്കൂട്ടിയ. അങ്ങനെ ആ വീടിന്റെ ഉള്ളിൽ കയറി നോക്കുമ്പോ ചുമരിലെ ഒരു ചുവന്ന മാർക്കിലെ കോസ്റ്റ്യൂം പോലൊരു ചിഹ്നം ഇട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ വീടിന്റെ ചുറ്റും ചെക്ക് ചെയ്യുമ്പോ അതേ സമയത്ത് സ്റ്റേഷനിലേക്ക് പുതുതായിട്ട് ഒരു ഇൻസ്പെക്ടർ ജോയിൻ ചെയ്യാൻ എത്തിയിട്ടുണ്ട്. ഇവര് തന്നെയാണ് നമ്മുടെ ഈ കഥയിലെ നായിക. തന്റെ അച്ഛൻ മരണപ്പെട്ടതുകൊണ്ടാണ് ആ ഒരു പൊസിഷനിലേക്ക് നമ്മുടെ ഹീറോയിനെ നിയമിച്ചത്. സ്റ്റേഷനിൽ എത്തിയപ്പോ തന്നെ ആ ഒരു മർഡറിനെ കുറിച്ച് ഇൻസ്പെക്ടർ അറിയുന്നുണ്ട്. അതിനുള്ളിലെ നമ്മുടെ ഫോറൻസിക് ടീം ആ ഒരു ക്രൈം സീനിൽ എത്തിയിട്ടുണ്ട്. മാക്സിമം എവിഡൻസുകൾ അവർ കളക്ട് ചെയ്യാണ്. അപ്പോൾ SI അദിമനും ആ ഒരു ഏരിയയൊക്കെ ശരിക്കും വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് സ്റ്റേഷനിലേക്ക് DYSP വരുന്നത്. അവിടെയുള്ള ഓഫീസേഴ്സിനോട് അല്ല നിങ്ങളുടെ SIയുടെ ആ ഒരു ക്രൈം സീനിലെ ഇൻവെസ്റ്റിഗേഷനായിട്ട് പോയതാ, ആര് അവനോട് പോലും എന്ത് ചെയ്യാനാ, അങ്ങോട്ടും കൂടി തിരിഞ്ഞു നടക്കാനാ. എന്നിട്ട് നമ്മുടെ ഇൻസ്പെക്ടറോട് നിങ്ങൾക്ക് ഈ സ്റ്റേഷനിലെ എല്ലാ പോലീസുകാരും നല്ല കോപ്പറേറ്റീവ് ആയിരിക്കും, എന്നാലും ഒരാളൊഴിച്ച് ആ അദിമനില്ലേ ഇവിടുത്തെ ഇൻസ്പെക്ടർ, അതായത് അവന്റെ കൂടെ തന്നെ ഞാനും ഒന്നിച്ച് ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്തതാ. ഇപ്പൊ എന്റെ പൊസിഷൻ DYSP ആണ്, എന്നാൽ അവൻ ഇപ്പോഴും ആ തുടക്കത്തിൽ കയറിയ SI സ്ഥാനത്ത് തന്നെ. അതിന്റെ കാരണം എന്തെന്നറിയോ, അവൻ പ്രത്യേകിച്ച് ഒരു ജോലിയും ചെയ്യില്ല, എപ്പോഴും ചായ കുടിച്ചുകൊണ്ട് നടക്കും. അപ്പൊ ഇൻസ്പെക്ടർ ആണെങ്കിൽ പിന്നെ എന്തിനാ സാറേ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഇങ്ങനെ ഒരാള് ഇല്ല, അവന്റെ VRS കൊടുത്തിട്ടുണ്ട്, 3 മാസം കഴിഞ്ഞാലേ അവൻ ഒഴിഞ്ഞു പോയിക്കോളും, അതുവരെ സഹിക്കുക. അത് കഴിഞ്ഞാല് നിങ്ങളുടെ അച്ഛന്റെ കൂടെ ജോലി ചെയ്ത ഒരാളാണ് വരാൻ പോകുന്നത്, അപ്പോ നിങ്ങൾക്ക് നല്ല സഹായമായിരിക്കും. പിന്നെ വൈകുന്നേരം DYSP ഓഫീസിൽ വന്നിട്ട് സൈൻ ചെയ്തിട്ട് ഫോർമാലിറ്റിയൊക്കെ അങ്ങ് തീർത്തേക്ക്, പിന്നെ എന്ത് സഹായം വേണമെങ്കിലും വിളിക്കാൻ മടിക്കണ്ട, അതും പറഞ്ഞിട്ട് DYSP അവിടുന്ന് തിരിച്ചു പോകണം.
പോവാണ്. അപ്പോഴാണ് സ്റ്റേഷനിൽ ഒരു ലേഡി വന്നിട്ട് നമ്മുടെ ഇൻസ്പെക്ടറിനോട് എന്റെ കുഞ്ഞിനെ കാണുന്നില്ലാന്ന് ഓൾറെഡി ഇവിടുത്തെ SIയോട് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അങ്ങേരോട് ചോദിച്ചത് കുഞ്ഞിനെ നോക്കാൻ പറ്റില്ലെങ്കിൽ എന്തിനാ പെറ്റേന്നാണ്. അപ്പോഴാണ് ക്രൈം സീനിൽ നിന്ന് നമ്മുടെ SI തിരിച്ച് സ്റ്റേഷനിൽ വരുന്നത്. അപ്പോൾ പുതുതായിട്ട് ഇൻസ്പെക്ടർ ജോയിൻ ചെയ്തിട്ടെന്ന് പറയുമ്പോൾ അതിന് ഞാനെന്താ ചെയ്യേണ്ടത്? അങ്ങനെ ഉള്ളിലേക്ക് എത്തിയപ്പോൾ ആ ഒരു ലേഡി ഇൻസ്പെക്ടറോട് മേഡം എന്റെ കുഞ്ഞിനെ എന്റെ ഭർത്താവ് എന്തോ ചെയ്തോ എന്നാണ് എന്റെ ഉള്ളിൽ തോന്നുന്നത്. അങ്ങനെ ഇൻസ്പെക്ടറിന് SI സല്യൂട്ട് കൊടുക്കുമ്പോൾ ഇവിടെ കംപ്ലൈന്റ് ആയിട്ട് വരുന്ന ആളുകൾക്കൊക്കെ നിങ്ങളെക്കുറിച്ച് നല്ല അഭിപ്രായമാണല്ലോ, ഇവരെ കുഞ്ഞിനെ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഇവരോട് എന്താ പറഞ്ഞേ? അപ്പോൾ ആദ്യമൻ മേഡം ഞാൻ ആ കാര്യം നോക്കിക്കോളാം. അങ്ങനെ അവിടുന്ന് സ്റ്റേഷന്റെ മറ്റൊരു ഭാഗത്തേക്ക് ആ ഒരു ലേഡിയെ കൂട്ടിക്കൊണ്ടുപോയിട്ട് അസിസ്റ്റന്റിനോട് ഒരുത്തനെ വിളിക്കാൻ പറയുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ലേഡിയോട് നിങ്ങളുടെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത് ഇവനാ. അപ്പൊ ആ ലേഡി ആണെങ്കിൽ വല്ലാതെ ടെൻഷനായിട്ട് ഇവരൊന്നും ചെയ്തിട്ടുണ്ടാവില്ല, ഇവരെ മേലെ എന്തിനാ വെറുതെ കുറ്റം ചാർത്തുന്ന, ഇവരാരാന്ന് പോലും എനിക്കറിയില്ല, എന്റെ ഭർത്താവ് തന്നെയാ ഇതിന്റെയൊക്കെ പിന്നിലെ. അപ്പൊ SI അതിന് നിങ്ങൾ എന്തിനാ ഇങ്ങനെ ടെൻഷനാവുന്നത്? കുഞ്ഞിനെ തിരിച്ചു കിട്ടിയില്ലേ? അങ്ങനെ കോൺസ്റ്റബിളിനെ കൊണ്ട് ആ ഒരു ലേഡിയുടെ ഭർത്താവിനോട് ഉള്ളിലേക്ക് വരാൻ പറയാണ്. എന്നിട്ട് ലേഡിയോട് ചോദിക്കുന്നുണ്ട്, നീയും നിന്റെ കള്ള കാമുകനായ ഇവനും ചേർന്നിട്ട് കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയിട്ട് ആ ഒരു പഴി നിന്റെ ഭർത്താവിന്റെ തലയിൽ വെച്ച് കൊടുക്കാനായിരുന്നു നിന്റെ പ്ലാൻ അല്ലേ? അവന്റെ കുഞ്ഞിനെ അവൻ എന്തെങ്കിലും ചെയ്യോ? നീയൊരു പെണ്ണായിപ്പോയി, ഇല്ലെങ്കിൽ നിന്റെ മുഖം ഞാൻ അടിച്ച് പരത്തിയേനെ. എന്നിട്ട് അവളുടെ ഹസ്ബൻഡിനോട് ഡാ ഇവള് നിനക്ക് വേണോ വേണ്ടോന്ന് നീ ഇപ്പൊ തീരുമാനിച്ചോ, എന്നിട്ട് അവളോടും പോയിക്കോ. അപ്പോൾ നമ്മുടെ SI ആദ്യമെന്റെ ആ ഒരു ഇൻവെസ്റ്റിഗേഷനൊക്കെ ഇൻസ്പെക്ടർ കണ്ടപ്പോ DYSP പറഞ്ഞതുപോലെയല്ല, ഇങ്ങേര് ആള് കൊള്ളാലോ എന്ന് അവരുടെ ഉള്ളിൽ തോന്നുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രി നമ്മുടെ ഇൻസ്പെക്ടർ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് താൻ കല്യാണം കഴിക്കാൻ പോകുന്ന അർജുനുമായിട്ട് സംസാരിക്കുമ്പോൾ ഫസ്റ്റ് ദിവസത്തെ ജോലി എങ്ങനെ ഉണ്ടായിരുന്നു? തുടങ്ങിയിട്ടില്ലല്ലോ, പതിയെ എല്ലാം ശീലായിക്കോളും. അപ്പൊ അർജുനാണെങ്കിൽ ഞാൻ വന്ന കാര്യം പറയാൻ വിട്ടു, നമ്മുടെ കല്യാണത്തിന് ഇനി അധികം ദിവസമില്ലല്ലോ, അപ്പൊ മാരേജിന്റെ ഡ്രസ്സ് വാങ്ങാന് നാളെ ഫാമിലിയൊക്കെ ചേർന്ന് ഒന്നിച്ച് പോയാലോ എന്ന് അമ്മ ചോദിച്ചു. അപ്പോ എനിക്ക് വേണ്ടിയിട്ട് സമ്മതിക്കില്ലേ? അപ്പോൾ ഇൻസ്പെക്ടറും അതിനെ സമ്മതിക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസം തന്നെ മാരേജിന്റെ ഡ്രസ്സ് എടുക്കുമ്പോഴാണ് അസിസ്റ്റന്റ് വന്നിട്ട് പറയുന്നത്, മേഡം വീണ്ടും ഒരു കൊലപാതകം കൂടി നടന്നിട്ടുണ്ട്. അങ്ങനെ ഉടനെ തന്നെ അസിസ്റ്റന്റിന്റെ കൂടെ നേരെ ആ മർഡർ നടന്ന വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇപ്രാവശ്യവും ഫസ്റ്റ് ക്രൈം സീനിൽ കണ്ട പോലെ തന്നെ ചുമരിലെ ഒരു ചോദ്യചിഹ്നം ചുവന്ന നിറത്തില് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് പുറത്ത് നമ്മുടെ SI അതിമനില്ലേ സ്വന്തം തലക്ക് തന്നെ അടിച്ച് ദേഷ്യം പിടിച്ച് നിൽക്കുന്നത് ഇൻസ്പെക്ടർ കാണുന്നത്. ഇയാളിതെന്ത് കോപ്പറായം കളിക്കാന്ന് അവർക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ കോൺസ്റ്റബിളിനോട് ഫോറൻസിക് ടീം വന്ന ഉടൻ തന്നെ എന്നെ ഇൻഫോം ചെയ്യും, ആദ്യം നടന്ന മർഡറുമായിട്ട് ഈ ഒരു ക്രൈമിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ഒന്ന് ശരിക്കും നോക്കണം. എന്നിട്ട് അങ്ങേരോട് ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട്, അല്ല SI അതമൻ സാറ് സ്പോട്ടിൽ വന്നിട്ടും പുറത്തൊക്കെ എന്തെങ്കിലും ചുറ്റി നടക്കുന്നത്? അത് മേഡം അദ്ദേഹം എന്തെങ്കിലും തെളിവ് തടയം കിട്ടുമെന്ന് നോക്കുകയാണ്. എന്നാൽ അയാളുടെ പെരുമാറ്റം കണ്ടപ്പോൾ ഇൻസ്പെക്ടറിന് ഒരു പ്രതീക്ഷയില്ല. അങ്ങനെ നേരെ സ്റ്റേഷനിലേക്ക് തന്റെ ടീമുമായിട്ട് തിരിച്ചെത്തിയപ്പോൾ ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട്, ആ ഒരു ക്രൈം കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അപ്പൊ കോൺസ്റ്റബിൾസ് പറയുന്നുണ്ട്, മേഡം കണ്ടാൽ അറിയില്ലേ, കക്കാൻ വേണ്ടി ആരോ കയറിയതാ, ആ വീട്ടിലെ പെൺകുട്ടി ഭാര്യയുടെ താലി വരെ അഴിച്ചിട്ട് പോയിട്ടുണ്ട്. ആ ഒരു കള്ളൻ കക്കാൻ കയറിയപ്പോ വീട്ടുകാർ കണ്ടിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും അവരെ കൊലപ്പെടുത്തിയത്. എന്നാല് അത് കേൾക്കുമ്പോ നമ്മുടെ അതവൻ അറിയാതെ ചിരിച്ചു പോവാണ്. അപ്പൊ ഇൻസ്പെക്ടർ ഫോറൻസിക് റിപ്പോർട്ട് എപ്പോഴാണ് വരിക? മേഡം നാളെ കിട്ടും. അപ്പോ ഇൻസ്പെക്ടർ അല്ല SI സാറ് മാത്രം എന്താ ഒന്നും പറയാത്തെ? ഞാനിപ്പോ എന്ത് പ്രത്യേകിച്ച് പറയാനാ, ഇവിടെ ഓൾറെഡി കുറെ ബുദ്ധിശാലികൾ എല്ലാം പറഞ്ഞില്ലേ, അപ്പൊ അവര് പറഞ്ഞൊക്കെ തന്നെ ആയിരിക്കും നടന്നിട്ടുണ്ടാവുക. അങ്ങനെ തിരിച്ചു പോകാൻ നോക്കുമ്പോ ഇൻസ്പെക്ടർ അല്ല ഒരു മിനിറ്റ്, ഞാനും സ്റ്റേഷനിലെ ജോയിൻ ചെയ്തത് മുതലേ നോക്കുക, ഈ സ്റ്റേഷനുമായിട്ട് നിങ്ങൾക്കൊരു ബന്ധമില്ലാത്ത രീതിയിലാണല്ലോ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ ശരിക്കുള്ള പ്രശ്നം എന്താ? അപ്പൊ SI ആണെങ്കിൽ മേഡം എനിക്ക് ഒരു പ്രശ്നമില്ലല്ലോ. പ്രശ്നമില്ലായിട്ടാ സീനിയർ ഓഫീസർ കണ്ടു കഴിഞ്ഞാല് ഒന്ന് സെല്യൂട്ട് ചെയ്യാൻ പോലും അറിയില്ല, ഷർട്ടിലെ ബട്ടന് പോലും മര്യാദയ്ക്ക് ഇടാൻ അറിയില്ല, ജോലിക്ക് വന്നാല് പകുതി സമയം ആ പുറത്തുള്ള ചായക്കടയിൽ പോയിരിക്കുക. ഇനിയിപ്പോ ക്രൈം സീനിൽ പോയി കഴിഞ്ഞാല് ആ സീന് അനലൈസ് ചെയ്യാതെ വെറുതെ ചുറ്റിലും നടന്നു കളിക്കുക, വെറുതെ സ്വന്തം തലയിൽ തന്നെ അടിച്ചോണ്ടിരിക്കുക, നിങ്ങളെ കുറിച്ച് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അപ്പോ അതവനാണെങ്കിലേ ഞാൻ എന്ത് കാഴ്ച കണ്ടു നിന്ന, പിന്നെ ഞാനെല്ലാം കണ്ടതാ, നിങ്ങള് VRSന് അപ്ലൈ ചെയ്തതല്ലേ, അപ്പോ വെറുതെ സ്റ്റേഷനിലേക്ക് രാവിലെ വരിക, സൈൻ ഇൻ ചെയ്യുക, പുറത്ത് ചായക്കടയിൽ പോയിട്ട് ചായ കുടിച്ച് വെറുതെ ചുറ്റി നടന്ന് തിരിച്ചു പോവാ. ഈ സ്റ്റേഷനിലെ മര്യാദക്ക് ജോലി ചെയ്യുന്ന ആളുകൾ വരെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ അപമാനിക്കുന്നേ? അപ്പൊ അതവനാണെങ്കിൽ ആയിക്കോട്ടെ മേഡം എന്നും പറഞ്ഞ് ഉള്ളിലേക്ക് കയറിപ്പോണ്. അങ്ങനെ രാത്രി തന്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇൻസ്പെക്ടർ വീട്ടിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ ഹീറോ അതമനില്ലേ കുറച്ച് പാവപ്പെട്ട കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് കൊടുക്കുന്ന കാണുന്നത്. അപ്പോ ഡ്രൈവറോട് SI സാർ എന്താ ട്യൂഷൻ എടുക്കുന്നത്? അത് മേഡം അത് അങ്ങേരുടെ കടയാ, ഡ്യൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാല് സാധാരണ ട്യൂഷൻ എടുക്കാറാണ്, റിട്ടയർമെന്റ് വാങ്ങിക്കഴിഞ്ഞ ശേഷം ഇത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നെന്നാ അങ്ങേര് പറഞ്ഞിട്ടുള്ളത്. പിന്നെ മേഡം എന്നോട് ദേഷ്യം തോന്നരുത്, ഒരു കാര്യം പറയട്ടെ, SI സാറ് ഡിപ്പാർട്ട്മെന്റില് വന്ന അന്ന് മുതല് ഞാനും ഈ സ്റ്റേഷനിൽ ജോലി ചെയ്യുന്നുണ്ട്, എന്നാല് കൂടെ നിന്നിരുന്ന പല ആളുകളും അങ്ങേരെ ചതിച്ചിട്ടും പറ്റിച്ചിട്ടുമാണ് അങ്ങേരെ ഇതുപോലെ പെരുമാറുന്നത്. അദ്ദേഹത്തെ പോലെ ഒരു ഷാർപ്പായിട്ടുള്ള
പോലീസ് ഓഫീസറെ തേടി കണ്ടുപിടിക്കാനേ പറ്റില്ല. മാഡം രാവിലെ സ്റ്റേഷനിൽ വെച്ച് അദ്ദേഹത്തോട് പറഞ്ഞതൊക്കെ കുറച്ച് കൂടിപ്പോയി. ഇന്ന് ഡിപ്പാർട്ട്മെന്റിലുള്ള പല ഓഫീസേഴ്സും അങ്ങേരെ ഏണി പോലെ ഉപയോഗിച്ചിട്ടാണ് ഉയർന്ന സ്ഥാനത്തെത്തിയത്. എന്നാൽ അതവനെ വളരാൻ അവരാരും സമ്മതിച്ചില്ല. ഇപ്പോഴത്തെ നമ്മുടെ ഡിവൈഎസ്പി ഇല്ലേ, അങ്ങേര് ഡിവൈഎസ്പി ആയത് നാടിനെ തന്നെ നടുക്കിയ ഒരു ക്രൈം സീനിലെ കുറ്റവാളിയെ കണ്ടുപിടിച്ചിട്ടാ. എന്നാൽ ആ കുറ്റവാളിയെ കണ്ടുപിടിച്ചത് പോലും അധമനായിരുന്നു. എന്നാൽ അടുത്ത ദിവസം പത്രത്തിലെ പേരും പ്രശസ്തിയും കിട്ടിയത് ഡിവൈഎസ്പിക്കായിരുന്നു. ഇതുപോലെ മുതുകിലെ കുറേയധികം അടികൾ കിട്ടിയതുകൊണ്ടാണ് ഈ ഒരു പോലീസ് ജോലി തന്നെ വേണ്ടെന്ന് പറഞ്ഞ് ഈ ഒരു ചെറിയ പെട്ടിക്കടയും ട്യൂഷനുമായിട്ട് ഇനി അങ്ങോട്ട് ജീവിക്കാമെന്ന് തീരുമാനിച്ചേ. മേഡത്തിന് ഇപ്പോഴും സംശയമുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ഒന്ന് ചോദിച്ചു നോക്ക്. ഇപ്പോൾ നിലവിലെ 2 വീട്ടില് മർഡേഴ്സ് നടന്നില്ലേ, ആ കൊലപാതകങ്ങളിൽ നിന്ന് അദ്ദേഹം എന്തൊക്കെയാ ഇതുവരെ കണ്ടുപിടിച്ചതെന്ന്. അദ്ദേഹത്തെ പോലെ ഒരു ഷാർപ്പായിട്ടുള്ള അനലൈസർ ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടുണ്ടാവില്ല. പിന്നെ മേഡം, ഞാൻ കുറച്ച് സ്വാതന്ത്ര്യം എടുത്ത് സംസാരിച്ച് പോയെന്ന് തോന്നുകയാണെങ്കിൽ എന്നോട് ക്ഷമിച്ചേക്ക്. അപ്പോഴാണ് ദേശത്തിലെ ഡിവൈഎസ്പി സ്റ്റേഷനിലേക്ക് വന്നിട്ട് ഇൻസ്പെക്ടറിനോട് ഇപ്പൊ നിലവില് 4 കൊലപാതകമായി, 2 വീട്ടില് 2 മർഡേഴ്സ്. ഇതുപോലെ ഇൻവെസ്റ്റിഗേഷൻ പോയാൽ ശരിയാവില്ല, അതുകൊണ്ട് പുതിയൊരു ടീമിനെ ഫോം ചെയ്യും. അപ്പോൾ ഇൻസ്പെക്ടർ ആയിക്കോട്ടെ സാറേ, പിന്നെ നമ്മുടെ SI അതിമാനില്ലേ, അങ്ങേരെയും എന്റെ ടീമിൽ ചേർക്കട്ടെ. അവനെ ചേർക്കേണ്ട ആവശ്യം എന്താ, അവൻ വെറും യൂസ്ലെസ് അല്ലേ, അവൻ ഒരു കാര്യം ചെയ്യില്ല. എന്നാ ഇൻസ്പെക്ടർ, അല്ല സാറേ, ഫസ്റ്റ് മർഡറിന്റെ ഇൻവെസ്റ്റിഗേഷൻ അദ്ദേഹം ചെയ്തേ, അതുകൊണ്ട് ടീമിൽ അദ്ദേഹം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. നിങ്ങൾ എന്തായാലും തീരുമാനിച്ച സ്ഥിതിക്ക് അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അപ്പൊ ഇൻസ്പെക്ടർ, അല്ല സാറേ, അന്ന് ആ മർഡർ സീനില് നിങ്ങൾ സ്വന്തം തലക്കടിച്ച എന്തിനാ? അത് മാഡം, അവിടെ ഓൾറെഡി കില്ലറുടെ ഫുട് പ്രിന്റ് ഉണ്ടായിരുന്നു. അതുപോലും നമ്മുടെ കൊളീഗ് ഓഫീസേഴ്സ് നോക്കാതെ അതിൽ ചവിട്ടി നടക്കുമ്പോൾ ആ ദേഷ്യം ഞാൻ എന്നോട് തീർത്താ മാഡം. അതുമാത്രമല്ല, 2 വീട്ടിൽ നടന്ന മർഡേഴ്സും ഒരേ പാറ്റേണിലാണ്, അതുപോലെ അവർക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. എന്നിട്ട് കളവ പോലും. ഈ ക്രൈമിന്റെ പിന്നില് ഒരാളല്ല, 2 ആളുകളുണ്ട്. അതേ സമയത്ത് ആന്ധ്രയിലെ ഒരു പോലീസ് സ്റ്റേഷനില് 2 കള്ളന്മാരെ പിടിച്ചിട്ടുണ്ട്. ഇവര് 2 പേരും ഏട്ടനും അനിയനാ തോന്നുന്നുണ്ട്. അപ്പൊ ഒരാള് അവനാ സാറ കട്ടെ, മറ്റാള് അല്ല ഇവനാ സാറ കട്ടെ എന്ന് പറയുമ്പോ 2 ജയിലിലടക്കാണ്. അടുത്ത സീനില് കഥയുടെ ആരംഭത്തില് ഒരു കൗൺസിലറെ കൊലപ്പെടുത്താൻ ഒരു പോലീസുകാരൻ കൂട്ടുവന്നിരുന്നില്ലേ, അയാള് ആന്ധ്രയിലെ പോലീസുകാരനാണ്. അങ്ങേര് നിലവിലെ MLAക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു കൃത്യം ചെയ്തത്. കാരണം ആ ഒരു കൗൺസിലറുടെ പാർട്ടി അവൻ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരായിരുന്നു. അപ്പൊ MLA ആണെങ്കിൽ ഇൻസ്പെക്ടറിനോട് ഏതെങ്കിലും ഒരുത്തിന്റെ തലയിൽ ആ ഒരു കൊലക്കേസ് വെച്ചു കൊടുത്ത്, അപ്പോൾ MLAയുടെ മകൻ ഓൾറെഡി എനിക്ക് 2 ആളുകളോട് പ്രതികാരം വീട്ടാനുണ്ട്, ഒരിക്കൽ അവന്മാരെ എന്നെ ഒന്ന് തേമ്പി വിട്ടതാ, അപ്പോൾ അവരുടെ തലയിൽ തന്നെ വെച്ചു കൊടുത്ത്. അപ്പൊ ഇൻസ്പെക്ടറും ആഹാ അങ്ങനെയുണ്ടാ, എന്നാ പിന്നെ ആയിക്കോട്ടെ. അപ്പോഴാണ് അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ആ ഇൻസ്പെക്ടർ നേരെ പോകുന്നത് കുറച്ചു നേരത്തെ ലോക്കപ്പിലായി കണ്ട ആ 2 കള്ളന്മാരില്ലേ അവരുടെ അടുത്തേക്കാണ്. എന്നിട്ട് അവരെ ബ്ലോക്ക് ചെയ്തിട്ട്, നിങ്ങളല്ലടാ ആ കൗൺസിലറെ തീർത്ത് കളഞ്ഞ് അവര് സാറേ എന്താ പറയുന്നത്? എന്നാല് അവരുടെ ഭാര്യയുടെയും അനിയത്തിയുടെയും കൺമുമ്പിൽ വെച്ചിട്ട് അവരെ 2 പേരെയും പിടിച്ചു വലിച്ച് ജീപ്പിൽ കയറ്റി കൊണ്ടുപോവാണ്. അതേ സമയത്ത് ഇൻസ്പെക്ടറിനോട് നമ്മുടെ SI, മേഡം, ആ 2 കൊലയാളികളിൽ ഒരാളെ ലെഫ്റ്റ് ഹാൻഡ് ആണ്, കാരണം വിക്ടേഴ്സിന്റെ ശരീരത്തിലെ മുറിവുപാടുകൾ അതെടുത്ത് കാണിക്കുന്നുണ്ട്. അതുമാത്രമല്ല, അവര് കപ്പിൾസിനെ കൊലപ്പെടുത്തിയിട്ട് സ്ത്രീകളുടെ താലി വലിച്ചു മുറിച്ചെടുത്തിട്ടുണ്ട്. ആ ചെയിന് വലിച്ച പാട് നോക്കുമ്പോഴും ഉറപ്പാവുന്നുണ്ട് ഒരു സ്ഥലത്ത് റൈറ്റ് ഹാൻഡർ ആണെങ്കിൽ മറ്റു സ്ഥലത്ത് ലെഫ്റ്റ് ഹാൻഡർ. എന്നാൽ അവർ ഇത്ര കഷ്ടപ്പെട്ട് കൊലപാതകം നടത്തിയ ശേഷം ആ ഒരു വീട്ടിൽ നിന്നും പണമോ സ്വർണമോ ഒന്നും എടുത്തിട്ടില്ല. ആകെ ആ ഒരു താലി മാത്രമാണ് പറിച്ചെടുത്തിട്ട് പോയിട്ടുള്ളത്. അപ്പൊ അവരുടെ ഉദ്ദേശം വേറെ എന്തോ ആണ്. അതുപോലെ ചുമരിലായിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അവർ തരുന്നില്ലേ, അത് മരണപ്പെട്ട ആളുകളോടുള്ള ചോദ്യമാണോ അല്ലെങ്കിൽ നമ്മളോടുള്ള ചോദ്യമാണോ എന്ന് എത്രയും വേഗം നമ്മൾ കണ്ടുപിടിക്കണം. ഇല്ലെങ്കിൽ ഇനിയും ഇതുപോലെ തുടർ കൊലപാതകങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ പ്രസന്റിലെ ജയിലായ ആ 2 കള്ളന്മാരില്ലേ, അവര് ചെറിയ കളവിനല്ലേ അറസ്റ്റിലായ, ഇപ്പോ അവര് റിലീസായിട്ടുണ്ട്. ഇവര് 2 പേരും ആന്ധ്രക്കാരല്ലേ, എന്നാൽ തമിഴ്നാട്ടിൽ നടക്കുന്ന ആ മർഡേഴ്സ് ഇവര് 2 പേരും തന്നെയാണ് ചെയ്യുന്നത്. അടുത്തത് വേഗം തന്നെ പ്ലാൻ ചെയ്യണമെന്ന് അവർ പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോ ലാസ്റ്റ് മർഡർ നടന്ന ആ ഒരു വീട്ടിലേക്ക് വന്നിട്ട് ആ 2 കൊലയാളികളും വീടിന്റെ പിന്നാലെയാണ് കയറിയത്. എന്നിട്ട് ഉറങ്ങിക്കിടന്ന ഭർത്താവിനെയാണ് ആദ്യം അവര് അടിച്ചു വീഴ്ത്തിയത്. കാരണം പുരുഷന്മാരല്ലേ എപ്പോഴും വീടിന്റെ ബലമാറ്റുണ്ടാവുക. അവര് വീണ് കഴിഞ്ഞാല് കള്ളന്മാരുടെ ഉദ്ദേശം എളുപ്പല്ലേ. അതുമാത്രല്ല, മരണപ്പെട്ട ആളുകളുടെ കൈരേഖ മാത്രമല്ല, കൊലപ്പെടുത്താൻ വന്ന 2 ആളുകളുടെയും കൈരേഖ അവർ വിട്ടിട്ടില്ല. അങ്ങനെ ചുറ്റിലുള്ള ഫാമിലിയോടൊക്കെ മരണപ്പെട്ടുപോയ കപ്പിൾസിന്റെ ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ അവരാരും ഞങ്ങൾക്ക് അവരെ കുറിച്ച് അധികമൊന്നും അറിയില്ലെന്ന് പറയുന്നത്. കാരണം അവർ ഈ അടുത്താണ് കല്യാണം കഴിഞ്ഞ് ഈ നാട്ടിലേക്ക് വന്നേ. അതുമാത്രല്ല, കഴിഞ്ഞ രാത്രി ആ വീട്ടില് അങ്ങനെ ഒരു അപകടം നടന്നതിന്റെ ഒരു ശബ്ദവും ഞങ്ങൾ ആരും പുറത്ത് കേട്ടില്ല. അല്ല, നിങ്ങൾ ഈ നാട്ടില് സംശയിക്കുന്ന രീതിയിൽ പുതുതായിട്ട് ആരെങ്കിലും ഈ അടുത്ത് കണ്ടിരുന്നോ? അപ്പൊ അവരാരും അങ്ങനെയും കണ്ടിട്ടില്ല എന്ന് പറയാണ്. പ്രത്യേകിച്ച് പോലീസിന് ഒരു ക്ലൂവും അവര് വിട്ടുകൊടുത്തിട്ടില്ല. അതേ സമയത്ത് അന്ന് രാത്രി സ്റ്റേഷനിലേക്ക് ഒരാൾ വന്നിട്ട് ഓൾറെഡി കംപ്ലൈന്റ് തന്നതല്ലേ, ഇന്നലെ വീട്ടിൽ കളവ് നടന്നിട്ട് ഇതുവരെ നിങ്ങൾ എന്താ ഒരു ആക്ഷൻ എടുക്കാത്തെ? അപ്പൊ ഇൻസ്പെക്ടർ പോവാന്ന് പറയുമ്പോൾ നമ്മുടെ SI പറയുന്നുണ്ട്, മാഡം നിങ്ങൾക്ക് കല്യാണ ജോലിയില്ലേ, ആ കാര്യം നോക്കിക്കോ, ഇത് ഞാൻ നോക്കിക്കോളാം. അങ്ങനെ നേരെ ആ വീട്ടിലേക്ക് പോയിട്ട് ചെക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെയാ കാണാതായ സ്വർണവും പണവും
എന്റെ താലിമാല വരെ അവർ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ തെളിവുകൾ എടുക്കാൻ ഫോറൻസിക് ടീമിനെ വിളിക്കാനായിട്ട് സ്റ്റേഷനിലേക്ക് ഇൻഫോം ചെയ്യാൻ അവിടെയുള്ള ഒരു ലാൻഡ് ഫോണാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ക്രോസ് കണക്ഷനായിട്ട് തെലുങ്ക് ഭാഷയിലെ ആന്ധ്ര ഏരിയയിൽ നിന്ന് സംസാരിക്കുന്ന പോലുള്ള ശബ്ദം കേൾക്കാണ്. അപ്പോൾ നമ്മുടെ എസ് ഐ ആണെങ്കിൽ അവിടുത്തെ ലേഡിയോട്, അല്ല ഇങ്ങനെ ഇടക്കിടക്ക് സംഭവിക്കാറുണ്ടോ? അതെ സാറേ, ഇത് തമിഴ്നാട് ആന്ധ്ര ബോർഡർ അല്ലേ, അതുകൊണ്ട് ഇടക്ക് ഇങ്ങനെ സംഭവിക്കും. അപ്പോഴാണ് നമ്മുടെ എസ് ഐക്ക് എന്തോ ഒരു കാര്യം കത്തുന്നത്. വേഗം തന്നെ സ്റ്റേഷനിലേക്ക് വന്നിട്ട് ലാസ്റ്റ് ക്രൈം നടന്ന സ്ഥലത്ത് നിന്ന് എവിഡൻസുകൾ അവരെടുത്തു വെച്ചിട്ടില്ലേ, അതില് ഓരോന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അതിലൊരു ചെറിയ ബീഡിയുണ്ട്. അതേ സമയത്ത് നമ്മുടെ ഇൻസ്പെക്ടറിന്റെ വീട്ടില് ഭാവി അമ്മായിയമ്മ വന്നിട്ടുണ്ട്. മോളെ, ഈ പോലീസ് ജോലിയൊന്നും പെൺകുട്ടികൾക്ക് ശരിയാവില്ല, അതുകൊണ്ട് കല്യാണം കഴിഞ്ഞാല് ഈ ജോലിക്ക് പോകാൻ പറ്റില്ല. എന്നാല് ഇൻസ്പെക്ടറിന്റെ അമ്മയാണെങ്കിൽ അത് നമുക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. എന്നാല് ഇൻസ്പെക്ടർ ആണെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടാ ഈ ജോലിക്ക് പോകുന്നത്. കല്യാണത്തിന് മുമ്പ് ഞാൻ അമ്മയുടെ മകനോട് കാര്യം പറഞ്ഞതാ. അപ്പോഴാണ് നമ്മുടെ എസ് ഐ അദമാൻ അങ്ങോട്ട് വരുന്നത്. മാഡം, നമ്മൾ കരുതിയ പോലെ തമിഴ്നാട്ടിലല്ല ആ കൊലയാളികളുള്ളത്. ഈ ഒരു സ്റ്റേഷന്റെ ബോർഡറിൽ തന്നെ കുറച്ചകലായിട്ട് ആന്ധ്ര ബോർഡറുണ്ട്. അപ്പോ ആ ഭാഗത്ത് നിന്നാണ് കൊലയാളികൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അത് ഞാൻ ഉറപ്പിച്ച് പറയാൻ കാരണം അവരുപയോഗിച്ച ബീഡി ക്രൈം സീനിൽ വെച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. തെലുങ്കില് അതിന് പുറത്ത് എഴുതിയിട്ടുണ്ട്. അങ്ങനെ അദമാൻ നോർമലി ട്യൂഷൻ എടുക്കുന്ന കുട്ടികളില്ലേ, അവരെ വിളിച്ചിട്ട് കുറച്ച് ദിവസത്തേക്ക് ട്യൂഷൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇൻസ്പെക്ടറെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഇൻസ്പെക്ടർ അർജുനോട്, നിങ്ങൾ എന്താണെങ്കിലും തീരുമാനിച്ചിട്ട് എന്നോട് പറഞ്ഞാൽ മതി, ടെൻഷനൊന്നും അടിക്കണ്ട, ഞാൻ അമ്മയെ പറഞ്ഞ് മനസ്സിലായിക്കോളാം. അങ്ങനെ നമ്മുടെ ഇൻസ്പെക്ടറും അദമാനും കൂടി ചേർന്ന് നേരെ ആന്ധ്രാപ്രദേശിലേക്ക് പോവാണ്. അതേ സമയത്ത് നമ്മുടെ ഇൻസ്പെക്ടറിലെ ആന്ധ്രയിലെ 2 കള്ളന്മാരെ കൊലക്കേസിൽ പ്രതികളാക്കാനെ പിടിച്ച് വലിച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ടില്ലേ, എന്നിട്ട് അവർ വല്ലാതെ ബ്രൂട്ടലായിട്ട് ഉപദ്രവിക്കുകയാണ്. മര്യാദക്ക് ആ കൊലപാതകം ചെയ്തത് നിങ്ങളാന്ന് സമ്മതിച്ചോ? സമ്മതിക്കുന്നവരെ ഭക്ഷണം കൊടുക്കണ്ട. എന്നാല് എന്തൊക്കെ ചെയ്തിട്ടും അവര് സമ്മതിക്കാതായപ്പോ അവരുടെ ഫാമിലിയെ തന്നെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയാണ്. എന്നിട്ട് അവരുടെ കൺമുമ്പിൽ വെച്ചിട്ട് കുടുംബത്തിലെ സ്ത്രീകളെ പോലീസ് ഓഫീസർ അബ്യൂസ് ചെയ്യാണ്. ഒന്നും ചെയ്യല്ലേന്ന് അവരെത്ര കെഞ്ചിയിട്ടും ആ ഓഫീസർ കേട്ടില്ല. അവരുടെ താലി മാലയടക്കം പറിച്ച് വലിച്ചു കളയാണ്. ആ കാഴ്ച കണ്ട് അവർക്ക് സഹിക്കാൻ പറ്റിയില്ല. അവസാനം ഇൻസ്പെക്ടറോട് ഞങ്ങളെ കൊലപാതകം ഏറ്റോളാന്ന് സമ്മതിക്കുകയാണ്. അപ്പോഴാണ് പ്രസന്റിലെ അവരുടെ വീട്ടിലെ അലമാരയിലെ പല താലി മാലകൾ കാണുന്നത്. ഇവരുടെ കുടുംബത്തിനോട് ആ പോലീസുകാർ ചെയ്തതിന്റെ പ്രതികാരാണ് ഇവര് സമൂഹത്തോട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഈ ഒരു സീന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതേസമയത്ത് നമ്മുടെ ഇൻസ്പെക്ടറും എസ് ഐയും കൂടി പ്രസന്റിലെ ആന്ധ്ര സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ആന്ധ്ര പോലീസ് ഇൻസ്പെക്ടറോട്, സാറേ തമിഴ്നാട്ടില് കുറച്ച് ക്രൈമുകൾ ഈ അടുത്ത് നടന്നിട്ടുണ്ട്. ഇതേ പാറ്റേണിൽ നിങ്ങളുടെ നാട്ടില് ഇവിടെ മർഡേഴ്സ് നടന്നിട്ടുണ്ടോ? എന്നാൽ അയാള് ചെക്ക് ചെയ്തിട്ട് ഇതുപോലത്തെ മർഡേഴ്സ് ഇവിടെയൊന്നും നടന്നിട്ടില്ല. അങ്ങനെ കുറച്ച് ദൂരെയുള്ള മറ്റൊരു സ്റ്റേഷനിലേക്ക് പോയിട്ട് അവിടുത്തെ ഇൻസ്പെക്ടറോട് ചോദിക്കുമ്പോൾ അങ്ങേര് ചെക്ക് ചെയ്തിട്ട് 1 2 കേസല്ല 76ഓളം കേസുകൾ അവിടെ നടന്നിട്ടുണ്ട്. അല്ല സാറേ, 76 മർഡേഴ്സ് നടക്കുന്നവരെ നിങ്ങൾ എന്ത് ചെയ്തോണ്ടിരിക്കുന്നു? ഇൻവെസ്റ്റിഗേഷൻ നടന്നിട്ടില്ലേ? മാഡം, ഇൻവെസ്റ്റിഗേഷനൊക്കെ നടന്നതാ. എന്നാൽ പല കേസും പല സ്ഥലങ്ങളില്ല. എന്നാൽ ഞങ്ങൾ അന്വേഷിച്ചെടുത്തൊന്നും പ്രത്യേകിച്ച് ഒരു ക്ലൂവും അവർ വിട്ടിട്ട് പോയിട്ടില്ല. അതുമാത്രമല്ല, സ്റ്റേഷനിൽ ഇതിനേക്കാളും വേറെയും കുറേ കേസുകളുണ്ട്. പിന്നെ നിങ്ങൾ വലിയ വർത്താനം പറയുന്നുണ്ടല്ലോ, നിങ്ങൾ തമിഴ്നാട്ടിലിപ്പോ ഒരു 4 കേസ് നടന്നെന്ന് പറഞ്ഞില്ലേ, ഇതുവരെയായിട്ട് നിങ്ങൾ എന്താ കണ്ടുപിടിച്ചേ? അപ്പൊ ഇൻസ്പെക്ടർ, 4ാമത്തെ മർഡറില് ആ കൊലയാളികൾ തമിഴ്നാട്ടിലും അതുപോലെ നിങ്ങളുടെ നാട്ടിലും മർഡേഴ്സ് നടത്തിയിട്ടുണ്ടെന്നുള്ള സംശയത്തിലാണ് ഇപ്പോ ഇവിടെ എത്തിയത്. അപ്പോഴാണ് നമ്മുടെ ഇൻസ്പെക്ടറിന് തമിഴ്നാട്ടിൽ നിന്ന് കോൾ വരുന്നത്. അതായത് അവിടെ വീണ്ടും ഒരു മർഡർ കൂടി നടന്നിട്ടുണ്ട്. അപ്പോൾ അതേമാനാണെങ്കിൽ ഇൻസ്പെക്ടറിനോട്, മാഡം നിങ്ങൾ നാട്ടിലേക്ക് പോയിക്കോ, ഞാൻ ഇവിടെ ആദ്യത്തെ മർഡർ എവിടെയാണ് നടന്നതെന്ന് ഒന്ന് അന്വേഷിക്കട്ടെ. എന്നാൽ അപ്പോഴാണ് ആന്ധ്രാപ്രദേശിലെ ഇപ്പോൾ അടുത്ത് 2 മർഡർ കൂടി നടന്നിട്ടുണ്ടെന്ന് നമ്മുടെ അദമാൻ അറിയുന്നത്. അവിടുത്തെ അസിസ്റ്റൻസിനെ കൂട്ടിട്ട് ആ ഭാഗത്തേക്ക് പോവാണ്. അപ്പോഴാണ് നമ്മുടെ 2 കൊലയാളികളില്ലേ അവര് ന്യൂസ് പേപ്പർ എടുത്ത് നോക്കുന്നത്. ഇപ്പൊ അടുത്ത് അവരൊരു കൊലപാതകം നടത്തിയില്ലേ, ആ വാർത്ത പത്രത്തിൽ വന്നു നോക്കുമ്പോ അങ്ങനെ വന്നിട്ടില്ല. അത് കണ്ടപ്പോ അവർക്ക് വല്ലാതെ ട്രിഗർ ആവുന്നുണ്ട്. അല്ല, അവര് ചത്തില്ലേ, രക്ഷപ്പെട്ടോ? അങ്ങനെ അവര് മർഡർ നടത്തിയ ആ വീട്ടിലേക്ക് അവര് പോയി നോക്കുമ്പോ ഓൾറെഡി അദമാനും ആന്ധ്രയിലെ 2 പോലീസ് കോൺസ്റ്റബിൾസും ആ ക്രൈം സീന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവരെ 2 പേരെയും അവർ കാണുന്നത്. എന്താണ് അവിടെ ചെയ്യുന്നത്? സാറേ, ആടിനെ മേയ്ക്കാൻ വന്നതാ. അങ്ങനെ നൈസായിട്ട് അവർ അവിടുന്ന് സ്കൂട്ടാവുന്നുണ്ട്. അങ്ങനെ നമ്മുടെ എസ് ഐ അദമാനില്ലേ ആ വീട്ടിൽ കയറിയിട്ട് എന്തൊക്കെ എവിഡൻസ് കിട്ടും, എങ്ങനെയാണ് അവര് മർഡർ നടത്തിയിട്ടുണ്ടാവുക, എല്ലാം ഒന്ന് ശരിക്കും ചെക്ക് ചെയ്യാണ്. അപ്പോഴാണ് ആന്ധ്രയിലെ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്, സാറേ ആ കൊലയാളിയെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. 76 മർഡർ നടന്നപ്പോൾ പിടിക്കാൻ പറ്റിയിട്ടില്ല, എന്നിട്ട് ഇപ്പൊ പിടിച്ചെന്നല്ലേ നമ്മുടെ അദമാന്. അങ്ങനെ പറയുന്നത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അങ്ങനെ സ്റ്റേഷനിൽ വെച്ചിട്ട് ആ കൊലയാളി എന്ന് പറഞ്ഞ് പിടിച്ചിട്ട് വന്നവനെ എടുത്ത് പഞ്ഞു കിടുമ്പോ നമ്മുടെ എസ് ഐ അദമാൻ പറയുന്നുണ്ട്, സാറേ ആ 76 കൊലപാതകം ഇവനല്ല ചെയ്ത്, ഈ കൊലപാതകം ചിലപ്പോ അവനായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ഈ ഒരു ക്രൈം ചെയ്ത രീതിയിലല്ല മറ്റേ 76 കൊലപാതകങ്ങൾ നടന്നിട്ടുള്ളത്. ആ മർഡേഴ്സിലൊക്കെ കൊലയാളി വീടിന്റെ പിൻവാതിലെ തകർത്തിട്ടാണ് ഉള്ളിൽ കയറിയത്. എന്നാൽ ഇവൻ മുന്നിലെ വാതിലെ തകർത്താണ് ഉള്ളിൽ കയറിയിട്ടുള്ളത്. ആ മർഡേഴ്സിൽ താലിമാലയും അരഞ്ഞാണ ചരടും അവര് അറുത്തിട്ട് പോയിട്ടുണ്ട്. എന്നാൽ ഈ മർഡറില് അങ്ങനെ ഒന്നുമില്ല. അത് മാത്രമല്ല, നിലവിൽ നടക്കുന്ന മർഡേഴ്സിലൊക്കെ ഒരു ചോദ്യചിഹ്നം ചുവന്ന നിറത്തില് എഴുതി വെക്കാറുണ്ട്.
ഉണ്ട്, അതും ചുമരിലില്ല. അപ്പോഴാണ് അവൻ പറയുന്നത്, സാറേ അദ്ദേഹം പറഞ്ഞ സത്യ, ഈ ഒരു കൊലപാതകം ഞാനാ ചെയ്തേ. ഞാനൊരു മോർച്ചറിയിലാ ജോലി ചെയ്യുന്നത്. തുടർച്ചയായിട്ട് മർഡേഴ്സ് നടന്ന് ബോഡികളൊക്കെ അങ്ങോട്ട് വരാറുണ്ടായിരുന്നില്ലേ. അപ്പോ എന്നെ പ്രണയിച്ച് ചതിച്ച ആ ഒരു സ്ത്രീയോടുള്ള വൈരാഗ്യം ഞാൻ തീർത്തതാ. ഞാൻ കരുതിയത് നിലവിലെ സീരിയൽ കില്ലേഴ്സിന്റെ ഈ ഒരു കേസും പെട്രോളും നൈസായിട്ട് എനിക്ക് രക്ഷപ്പെട്ടു പോകാൻ പറ്റുന്ന. അതേ സമയത്ത് നമ്മുടെ ലേഡി ഇൻസ്പെക്ടറിലെ അവളുടെ അച്ഛന്റെ കൂടെ ജോലി ചെയ്ത ഒരു അങ്കിൾ ഉണ്ട്. അദ്ദേഹത്തെ വിളിച്ചിട്ട് ആന്ധ്രയിലെ ഒരു 4 വർഷങ്ങൾക്ക് മുൻപ് MLA ആയിട്ട് മത്സരിക്കാൻ നിന്ന ഒരു സ്ഥാനാർത്ഥിയെ ആരൊക്കെയോ ചേർന്ന് വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നില്ലേ. അതിനുശേഷമാണ് അവിടെ തുടർച്ചയായിട്ടുള്ള മർഡേഴ്സ് നടക്കാൻ തുടങ്ങിയത്. അപ്പോൾ ആ ഒരു കേസിന്റെ ഡീറ്റെയിൽസ് ഒന്ന് എടുത്തു തരാൻ പറ്റുമോ? പഴയ കേസായതുകൊണ്ടാണ്. അപ്പോൾ അങ്ങേരും അതിന് സമ്മതിക്കുകയാണ്. അതേ സമയത്ത് നമ്മുടെ അദമാനും ഡ്രൈവറും കൂടി നേരെ അവരുടെ തമിഴ്നാട്ടിലെ സ്റ്റേഷനിലേക്ക് തിരിച്ചു വരികയാണ്. എന്നാൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രതീക്ഷിക്കാതെ അവരുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി പോണ്. ആ വണ്ടി ഒന്ന് തള്ളി സ്റ്റാർട്ടാക്കാൻ നോക്കിയിട്ടും സ്റ്റാർട്ടാവുന്നില്ല. ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ അടുത്ത ഏതെങ്കിലും വീട്ടിൽ താമസിക്കാൻ പറ്റുമോ നോക്കാം. അങ്ങനെ അടുത്ത് കണ്ട ഒരു വീട്ടിലേക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുമെന്ന് സഹായം ചോദിക്കുമ്പോൾ ഒരു പ്രായമായിട്ടുള്ള മുത്തശ്ശിയും ചെറിയൊരു പെൺകുട്ടിയാണ് വാതില് തുറന്ന് പുറത്തു വരുന്നത്. പോലീസിനെ കണ്ടപ്പോ ആ ഒരു പെൺകുട്ടിയില്ലേ, അവള് വല്ലാതെ പേടിച്ച് വിറച്ച് അവരുടെ മുൻപിൽ വെച്ച് തന്നെ യൂറിന് പോവാണ്. പെട്ടെന്ന് തല കറങ്ങി അപസ്മാരം വന്ന് താഴെ വീണ് പോവാണ്. അപ്പോ അദ്മാനിലെ കയ്യിലൊരു ചാവി കൊടുത്തിട്ട് ആ ഒരു കുട്ടിയെ രക്ഷപ്പെടുത്താണ്. അപ്പോ ആ ഒരു വല്യമ്മയും അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആവാറുള്ളതാ. നിങ്ങൾ പുറത്ത് ഒരു കട്ടിലുണ്ട്, ഇവിടെ വേണം കിടന്നോ. അങ്ങനെ ഡ്രൈവർ വണ്ടിയിൽ പോയി കിടക്കാണ്. അപ്പോ രാവിലെ ആയപ്പോ ആ ഒരു 2 കൊലയാളികളില്ലേ, ഏട്ടനും അനിയനും, അവര് നേരെ വീട്ടിലേക്ക് വരുമ്പോഴാണ് അദമാനെ കാണുന്നത്. നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോൾ പോലീസാന്ന് പറഞ്ഞു കേട്ട് അവര് തരിച്ചു നിൽക്കുന്നുണ്ട്. അതായത് അവരുടെ വീട്ടിലാണ് ഇന്നലെ അദമാൻ സ്റ്റേ ചെയ്തത്. എന്തിനാ പോലീസ് വന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് എന്തിനാണ് പോലീസിനെ കണ്ടുടൻ തന്നെ അവരുടെ അനിയത്തി പെൺകുട്ടി വിറച്ച് താഴെ വീണ് പോയതെന്നുള്ളതിന്റെ ഫ്ലാഷ് ബാക്ക് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് അന്ന് സ്റ്റേഷനിൽ വെച്ചിട്ട് അവരുടെ ഭാര്യമാരെയും ആ ഒരു കുട്ടിയും പോലീസ് ഇൻസ്പെക്ടർ അബ്യൂസ് ചെയ്തിരുന്നില്ലേ, അതിൽ മനം തൊന്ന് ഭാര്യമാര് വീട്ടിലെത്തിയുടൻ തന്നെ ജീവൻ ഒടുക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ട്രോമ മൈൻഡിലുള്ളതുകൊണ്ടാണ് പോലീസിനെ കണ്ടപ്പോ ആ ഒരു കുട്ടി ഷോക്കായി പോയത്. അപ്പോഴാണ് അവരുടെ അമ്മ പറയുന്നത്, നിങ്ങളുടെ അനിയത്തി ഇന്നലെ ബോധം കെട്ട് വീണപ്പോ ഈ സാറാണ് രക്ഷിച്ചത്. അപ്പോ അവരും പറയുന്നുണ്ട്, സാറേ അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും കഴിച്ചിട്ട് പോയാൽ മതി. അവർക്ക് 2 പേർക്ക് സംശയമുണ്ട്, പോലീസ് എന്തെങ്കിലും തെളിവ് കണ്ടെത്തിയിട്ട് മണത്ത് വന്നതാണെന്ന്. അങ്ങനെ അവര് ചിക്കനും വെട്ടി ഹീറോയ്ക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നൈസായിട്ട് അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ അദമാൻ മറുത്തൊന്നും പറയുന്നില്ല. അപ്പൊ അസിസ്റ്റന്റ്, ഇപ്പൊ തുടർച്ചയായിട്ട് കുറേയധികം മർഡേഴ്സ് നടക്കുന്നില്ലേ, അതിന്റെ കൊലയാളികൾ നിങ്ങളുടെ ഭാഗത്ത് എവിടെയാണെന്നാണ് ഞങ്ങൾക്ക് സംശയം കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളും ശ്രദ്ധിച്ചോ, കൊലയാളി ഭാഗത്താണല്ലേ. എന്നാല് അവർക്ക് 2 പേർക്കും നല്ല സംശയമുണ്ട്. എന്തൊക്കെയോ കണ്ടുപിടിക്കാതെ പോലീസ് എത്താൻ ചാൻസ് ഇല്ല. 2 ഇവിടെ വെച്ച് തന്നെ അങ്ങ് തീർത്താലോ. അങ്ങനെ അവര് പ്ലാൻ ചെയ്തിട്ട് 2 പേരും കൂടി 2 ഭാഗത്തുകൂടി നമ്മുടെ അദമാനെയും ഡ്രൈവറിനും തീർക്കാൻ വരികയാണ്. അപ്പോ ഒരുത്തനില്ലേ കയ്യില് കമ്പിപ്പാരയായിട്ട് അദമാന്റെ പിന്നിൽ വന്ന് കുത്താൻ നോക്കുമ്പോ പെട്ടെന്ന് അദമാൻ തിരിഞ്ഞിട്ട്, അല്ലടാ നിന്റെ അനിയത്തിക്ക് ഇപ്പോഴും ആ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ അവളുടെ മനസ്സിൽ എന്തോ വലിയ പേടിയുണ്ട്, നല്ലൊരു ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചൂടെ. എനിക്ക് പരിചയമുള്ള ഒരു ഡോക്ടർ ഉണ്ട്, ഒരു ബ്രെയിൻ സ്പെഷ്യലിസ്റ്റ് ആണ്, അങ്ങനെ കൊണ്ട് കാണിക്കാം. ആ കുട്ടിയെ കണ്ടപ്പോ എനിക്ക് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ അവളെ പോലെ ഒരു മോൾ എനിക്ക് ഉണ്ടാവേണ്ടതാ. അത് കേട്ടപ്പോ അദമാനെ കൊലപ്പെടുത്താനുള്ള പ്ലാന് അവര് വേണ്ടെന്ന് വെക്കാണ്. അപ്പോ ഏട്ടന് അവൻ സിഗ്നൽ കൊടുക്കുന്നുണ്ട്, ആ ഡ്രൈവറെയും ഒന്നും ചെയ്യണ്ട. അങ്ങനെ അവർ 2 പേരുമാണ് അവരുടെ ഇന്നലെ ബ്രേക്ക് ഡൗൺ ആയ വണ്ടി സ്റ്റാർട്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. പോകുന്നതിന് മുൻപ് നമ്മുടെ അദമാനാണെങ്കിൽ അടുത്ത ശനിയാഴ്ച തന്നെ അനിയത്തെ കൂട്ടിട്ട് വാട്ടോന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവാണ്. അതേ സമയത്ത് നമ്മുടെ ഇൻസ്പെക്ടറിനെ അച്ഛന്റെ കൂട്ടുകാരൻ വിളിച്ചിട്ട്, മോള് സംശയം ഏകദേശം ശരിയാ, ആ ഒരു മരണപ്പെട്ട കൗൺസിലർ ആയിരുന്ന MLA കാൻഡിഡേറ്റ് ഇല്ലേ, അയാൾക്ക് നല്ല ജന പിന്തുണ കിട്ടിക്കൊണ്ടിരുന്നപ്പോ അത് കണ്ട് അസൂയ വന്ന MLAയോ ടീമോ ആണ് അയാളെ തീർത്തു കളഞ്ഞത്. എന്നാൽ കേസ് ഡീറ്റെയിൽസിലെ വേറെ ഏതോ 2 ആളുടെ പേരിലെ ആ ഒരു കേസ് ചാർത്തി കൊടുത്ത് അന്നത്തെ MLA രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അപ്പോഴാണ് പുറത്ത് മീഡിയ ടീം തടിച്ചുകൂടുന്നത്. നിങ്ങൾ 2 കൊലയാളികളുണ്ടെന്നും ആന്ധ്രയിലാണ് അവരൊന്നും പറഞ്ഞിട്ട് കൂടുതൽ അവരെക്കുറിച്ച് ഒരു ഡീറ്റെയിൽസും പറയുന്നില്ലല്ലോ. അത് മാത്രമല്ല വീണ്ടും മർഡേഴ്സ് നടക്കുന്നുണ്ട്. എപ്പോഴാണ് നിങ്ങൾ അവരെ പിടിക്കാൻ പോകുന്നത്? അപ്പൊ ഇൻസ്പെക്ടറും അധികം വൈകാതെ പിടിച്ചിരിക്കും. ജനങ്ങള് പരിഭ്രാന്തപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോഴാണ് DYSP വിളിച്ചിട്ട് ചോദിക്കുന്നത്, ഇൻഫർമേഷൻ എങ്ങനെ ലീക്കായത്? സാറേ, നമ്മുടെ സ്റ്റേഷനിൽ നിന്നല്ല, ആന്ധ്ര സ്റ്റേഷനിൽ നിന്നാണ് തോന്നുന്നുണ്ട്. ഇനി നമുക്കിത് മറച്ചു വെക്കാൻ പറ്റില്ല. അങ്ങനെ അന്ന് തന്നെ ആ ഒരു ഏരിയയിലെ ജനങ്ങളെ മുഴുവൻ തടിച്ചു കൂട്ടിയിട്ട് ഇനി ഒരു മർഡർ ഇവിടെ നടക്കാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഓരോ സ്ഥലത്തും ഓരോ പോലീസുകാരെ രാത്രി റൗണ്ടിനുണ്ടാവും. പരിചയമില്ലാത്ത ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഉടനെ സ്റ്റേഷനിൽ ഇൻഫോം ചെയ്യാം. എന്നാലേ ആ കൂട്ടത്തിൽ തന്നെ നമ്മുടെ 2 കൊലയാളികൾ നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഇൻസ്പെക്ടർ അദമാൻ സ്റ്റേഷനിലേക്ക് വരുമ്പോൾ ആന്ധ്രയിൽ നിന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും ക്ലൂ കിട്ടിയിട്ടുണ്ടോ? ഞങ്ങളുടെ കൺമുമ്പിൽ അവരുണ്ടെന്ന് ഉറപ്പാ, പക്ഷേ ആരാണെന്ന് മാത്രം ഫൈൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. മൃഗങ്ങൾ പോലും അവരുടെ വിശപ്പിന് വേണ്ടിയിട്ട് ആക്രമിക്കാൻ
ഇറങ്ങുക. എന്നാല് അതിനേക്കാളും മോശമാണ് ഇതുപോലുള്ള ചില മനുഷ്യര്. അപ്പൊ ഇൻസ്പെക്ടർ, ഇനിയിപ്പോ നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കാൻ പോകുന്നത്? മാഡം, ഇതുവരെ ആരാണ് എന്തിനാ കൊന്നല്ലേ നമ്മൾ അന്വേഷിച്ചോണ്ടിരുന്നത്. ഇനി ആരാ മരിച്ചത്, അവരെന്തിനാ മരിച്ചതെന്ന് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോ ഇൻസ്പെക്ടർ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആന്ധ്രയിലേക്ക് പോയിക്കോ, ഇവിടത്തെ കാര്യം ഞാൻ അന്വേഷിക്കാം. അങ്ങനെ അദമാനിലെ ആന്ധ്രയിലെത്തിയപ്പോ അവിടെ ആദ്യം നടന്ന MLA കാൻഡിഡേറ്റിന്റെ മരണം എന്തിനായിരുന്നെന്ന് ശരിക്കും അന്വേഷിക്കുമ്പോഴാണ് ഇത് മുഴുവൻ പോലീസിന്റെ കളിയായിരുന്നെന്നും ആ ഗ്രാമത്തിലെ തലവൻ തന്നെയാണ് സാക്ഷി നിന്നതെന്നും അപ്പോ MLAക്ക് വേണ്ടിയിട്ടാണ് അന്ന് ആ ക്രൈം നടന്നതെന്നും അദമാന് മനസ്സിലാവുന്നുണ്ട്. അതേസമയത്ത് അന്ന് രാത്രിയിലെ ആ 2 കൊലയാളികള് രാത്രി നടക്കാനിറങ്ങിയപ്പോ 2 ആളുകള് അല്ലടാ ഷൺമുഖനെ വിളിക്കണ്ടേ, അവനെ അടുത്തല്ലേ കല്യാണം നടന്നേ, അവനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. അത് കേട്ടപ്പോ അവര് ആ വീട്ടിൽ കയറാണ്. അപ്പോഴാണ് ഇൻസ്പെക്ടറെ കാണാന് അർജുൻ വരുന്നത്. അല്ല, എന്താ ഇങ്ങോട്ട്? ഒരു പെൺകുട്ടിയെ കാണാനില്ല, 15 ദിവസം കഴിഞ്ഞാല് അവളുടെ കല്യാണം, അവളെ ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? അപ്പോ ചിലപ്പോ 15 ദിവസത്തില് കൂടുതൽ പോലും ആ പെൺകുട്ടിയെ കിട്ടാൻ സാധ്യതയില്ല. അപ്പോഴാണ് ഒരു കോൺസ്റ്റബിളിലെ അലറി വിളിച്ചുകൊണ്ട് മേഡം മറ്റൊരു കൊലപാതകം കൂടി നടന്നിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോ വേഗം തന്നെ ആ ഒരു ക്രൈം നടന്ന വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ ഭർത്താവിനെ മാത്രമാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത്, അവിടെ ഭാര്യയെ കാണാനില്ല. ഇപ്പോ അടുത്താണ് ഈ ഒരു മർഡർ നടന്നിട്ടുള്ളത്. രക്തത്തിന്റെ പാട് കണ്ടപ്പോ ചിലപ്പോ ആ ഒരു പെൺകുട്ടി ഇവിടെ അരികിൽ എവിടെയെങ്കിലും ഉണ്ടാവും. അങ്ങനെ എല്ലാവരും കൂടി ചുറ്റുഭാഗത്തേക്ക് ഒന്ന് തേടി നോക്കുകയാണ്. അതേ സമയത്ത് അദമാനിലെ നിലവിലെ മരണപ്പെട്ട ആളുകളുടെ ലിസ്റ്റ് എടുത്തപ്പോ ആ ഒരു MLA കാൻഡിഡേറ്റ് ആദ്യം മരിച്ച ശേഷം MLA തന്നെ മരണപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം MLAയുമായിട്ട് ബന്ധപ്പെട്ട ഓരോ കൂട്ടാളികളും അവരുടെ ഫാമിലിയിലാണ് മർഡർ നടന്നിട്ടുള്ളത്. അതേ സമയത്ത് നമ്മുടെ ഇൻസ്പെക്ടർ നാട്ടുകാരെയും കൂട്ടിയിട്ട് ആ ഒരു പെൺകുട്ടിയെ തേടി വരികയായിരുന്നില്ലേ. അപ്പോഴാണ് ഒരു വഴിയിലെ പുല്ലുകൊണ്ട് പാവയെ കെട്ടിവെക്കുന്ന പോലെ ആ ഒരു പെൺകുട്ടിയെ കെട്ടിവെച്ചിട്ടുള്ളത് കാണുന്നത്. വേഗം തന്നെ അതിൽ നിന്ന് അവരെ താഴെ ഇറക്കുമ്പോഴാണ് ആ ഒരു സ്ത്രീക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല. വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോ, ആ ഒരു കൊലയാളികള് ഇവിടെ അടുത്ത് തന്നെ എവിടെയുണ്ട്, വേഗം തന്നെ എല്ലാരും തേടാൻ നോക്ക്. അപ്പോ ആ കൂട്ടത്തില് മുഖം മറിച്ചുകൊണ്ട് നമ്മുടെ 2 കൊലയാളികളുണ്ട്. അവരും ഒന്നും അറിയാത്ത പോലെ അവിടുന്ന് പതിയെ നടന്നു നീങ്ങാണ്. അതായത് ജനങ്ങളുടെ കൂട്ടത്തിൽ തന്നെ അവരിൽ ഒരാളായിട്ടാണ് കൊലയാളികളുള്ളത്. അടുത്ത സീനിലെ പാസ്റ്റിലെ അവരുടെ ഭാര്യമാര് സ്റ്റേഷനിൽ വെച്ച് സംഭവിച്ച അബ്യൂസ് സഹിക്കാൻ പറ്റാതെ ജീവൻ ഒടുക്കിയിരുന്നില്ലേ. അപ്പോ അതറിഞ്ഞിട്ട് അവരുടെ മരണച്ചടങ്ങ് നടത്താൻ വേണ്ടിയിട്ട് ഇൻസ്പെക്ടർ അനിയനെയും ഏട്ടനെയും അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അവര് ചെതക്ക് തീ കൊടുക്കാതെ അവരുടെ മരണത്തിന് കാരണം ഇൻസ്പെക്ടറായ നിങ്ങളല്ലേ, അപ്പോ നിങ്ങൾ തന്നെ തീ കൊളുത്തിക്കുമെന്ന് പറഞ്ഞ് അവര് തിരിഞ്ഞു നടക്കുകയാണ്. ഞങ്ങളുടെ ജീവിതം തകർത്ത ആരെയും ഇനി ഞങ്ങൾ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് അവര് അവിടെ വെച്ച് മനസ്സിൽ കരുതിയിട്ടാണ് പോകുന്നത്. അതേ സമയത്ത് ആ ഒരു പെൺകുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നില്ലേ. അപ്പോൾ ലേഡി ഇൻസ്പെക്ടർ എന്താ നിങ്ങൾക്ക് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവര് 2 പേരും പെട്ടെന്ന് വീട്ടിലേക്ക് ഇടിച്ച് കയറിയായിരുന്നു. വന്ന ഉടൻ തന്നെ എന്റെ ഭർത്താവിനെ അടിച്ച് അവര് താഴെ വീഴ്ത്തി. എന്നാൽ അവർക്ക് ഈസി ആയിട്ട് അന്ന് തന്നെ ആ പെൺകുട്ടിയെ കൊലപ്പെടുത്താൻ പറ്റുമായിരുന്നു. എന്നാൽ അവരുടെയും താലി പറിച്ചെടുത്തിട്ട് കൊല്ലാതെ വിട്ടിട്ട് പോയതാണ്. അതായത് പോലീസിനെ വെല്ലുവിളിക്കാൻ നിങ്ങൾക്ക് ഞങ്ങൾ ഒന്നും ചെയ്യില്ല എന്ന് ഒന്ന് ചൊറിഞ്ഞിട്ട് അവര് പോയതാണ്. അതായത് പോകുന്നതിന് മുൻപ് അവൻ പറഞ്ഞിരുന്നു ഇനിയും തുടർച്ചയായിട്ട് കൊലപാതകം നടന്നുകൊണ്ടേയിരിക്കും, പോലീസിനൊന്നും ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് നമ്മുടെ ഇൻസ്പെക്ടറിന് ആ ഒരു വീട്ടിൽ വെച്ചിട്ട് 2 ആളുകളുടെ കൈരേഖ കിട്ടിയിട്ടുണ്ടെന്ന് കോള് വരുന്നത്. ഉടനെ തന്നെ നമ്മുടെ അദമാനെ വിളിച്ചിട്ട് ആ കൊലയാളികളുടെ കൈരേഖ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അദമാനാണെങ്കിലേ മേഡം ആന്ധ്രയിലെ ഇവിടെയും എനിക്ക് ചില ക്ലൂ കിട്ടിയിട്ടുണ്ട്, ആ ഒരു എവിഡൻസ് തിരുപ്പതി സ്റ്റേഷനിലേക്ക് ഒന്ന് മേഡം എത്തിക്കോ. അപ്പോൾ ഇൻസ്പെക്ടറും സമ്മതിക്കുകയാണ്. അതേ സമയത്ത് നമ്മുടെ അദമാനിലെ ലേഡി ഇൻസ്പെക്ടറിന്റെ അച്ഛന്റെ കൂട്ടുകാരനില്ലേ ആ പോലീസുകാരോട് പറയുന്നുണ്ട് നിലവിലെ MLA കാൻഡിഡേറ്റും അതുപോലെ MLAയും അയാളുടെ ആളുകളുമാണ് മരണപ്പെട്ടുള്ളത്, അതും തേടി പിടിച്ച് ബ്രൂട്ടലായിട്ട് കൊലപ്പെടുത്തിയത്. അപ്പോൾ ആ മർഡർ കാണുമ്പോൾ ആ MLAയും അയാളുടെ ആളുകളുമായിട്ട് കൊലയാളികൾക്ക് എന്തോ പ്രശ്നമുണ്ടായിരുന്നു എന്നുറപ്പാണ്. അപ്പോൾ ആ ഒരു അങ്കിള് എനിക്ക് ഈ കാര്യം മാത്രം മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ, അതിൽ നിങ്ങൾ കുറ്റം പറയാൻ പറ്റില്ല. കാരണം MLAയുടെ കൂട്ടാളികൾ ഫാമിലിയുള്ള ആളുകൾ ഈ നാട്ടിൽ നിന്ന് പല നാട്ടിലേക്ക് മാറിപ്പോയ ശേഷമാണ് അവിടെ വെച്ച് അവര് മരണപ്പെടുന്നത്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാതായത്. അങ്ങനെ ആന്ധ്രാപ്രദേശിലെ കുറ്റവാളികളുടെ കൈരേഖ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ലേഡി ഇൻസ്പെക്ടർ അങ്ങോട്ട് വരികയാണ്. എന്നാൽ അതേ സമയത്ത് ഏട്ടനെയും അനിയനെയും അവിടെ ഒരു കളവ് കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് ഒരിക്കൽ നമ്മുടെ അദമന്റെ കൂടെ ഡ്രൈവർ അവരുടെ വീട്ടിൽ പോയിരുന്നില്ലേ, ആ ഡ്രൈവറെ കണ്ടപ്പോ അമാര് പറയുന്നുണ്ട് സാർ ഒരു കോഴിയെ കട്ടതിനെ പിടിച്ചതാ, എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യോ. അപ്പൊ ഇൻസ്പെക്ടറോട് മേഡം ഒരിക്കൽ വണ്ടി ബ്രേക്ക് ആയപ്പോ ഇവരുടെ വീട്ടിലാ ഞങ്ങൾ സ്റ്റേ ചെയ്തേ, പാവങ്ങളാ, അവരെ ഒന്ന് റിലീസ് ചെയ്യാൻ പറയോ. അപ്പൊ അവിടുത്തെ ഇൻസ്പെക്ടറും നിങ്ങൾക്ക് പരിചയമുള്ളതാ, എന്നാൽ നിങ്ങൾ രണ്ടും പോയിക്കോ. പോവാൻ ഇറങ്ങുമ്പോഴാണ് അങ്ങനെ പോയാലോ, അപ്പൊ ഒരു വർഷം നിൽക്കുമ്പോ ഫിംഗർ പ്രിന്റ് വെച്ചിട്ട് പോടാ. അങ്ങനെ അവരുടെ കൈരേഖ വെച്ചു കൊടുത്തിട്ട് അവരവിടെ നിന്ന് പോവാണ്. അപ്പൊ ഇൻസ്പെക്ടറും ഞങ്ങളുടെ നാട്ടിലും ഈ അടുത്ത് നടന്ന മർഡറില് 2 കൈരേഖ കിട്ടിയിട്ടുണ്ട്, അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്യാൻ വന്നതാ. എന്നാല് അവർ പറയുന്നതൊക്കെ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് ആ ഏട്ടനും അനിയനും കേട്ടിട്ടുണ്ട്. അതേ സമയത്ത് നമ്മുടെ അദമാനിലെ ഇൻസ്പെക്ടറെ വിളിച്ചിട്ട് മേഡം ഏകദേശം ആ കൊലയാളികൾ ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, അധികം വൈകാതെ ഞാൻ അവരെ പൂട്ടും. അതേ സമയത്ത് സ്റ്റേഷനിൽ വെച്ചിട്ട് അവിടെയുള്ള കുറ്റവാളികളുടെ ഫിംഗർ പ്രിന്റുമായിട്ട് മാച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. അതേ സമയത്ത് നമ്മുടെ അങ്കിളിലെ അദമാനെ കൂട്ടിയിട്ട് ആ സമയത്ത് ജയിലിലെ സൂപ്രണ്ടായിരുന്ന ഒരു പോലീസുകാരനെ കാണാൻ വരികയാണ്. കാര്യം പറഞ്ഞപ്പോ അങ്ങേര് കുറച്ച് കൈക്കൂലിയാണ്, അത് ഇൻസ്പെക്ടർ മനസ്സിലായപ്പോ പൈസ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇരിക്കാൻ പറഞ്ഞിട്ട് ആ ഒരു ഡീറ്റെയിൽസ് എടുക്കുന്നുണ്ട്. അതേ സമയത്ത് സ്റ്റേഷനിലെ കൈരേഖ
പരിശോധിച്ചുകൊണ്ടിരുന്ന അയാൾക്ക് എന്തോ മനസ്സിലാക്കിയിട്ട് ഷോക്കായി ഇൻസ്പെക്ടർ വിളിക്കുന്നുണ്ട്. അതേസമയത്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ അതേമാന് ആ ഒരു ഫയൽ കൊടുക്കുമ്പോൾ അതിലെ ഏട്ടന്റെയും അനിയന്റെയും ഫോട്ടോ കാണാണ്. അപ്പോൾ ഇവര് തന്നെയായിരുന്നു ഇതിന്റെ പിന്നിൽ. അപ്പോൾ ഇൻസ്പെക്ടറിനോട് ഫിംഗർ പ്രിന്റ് ചെക്ക് ചെയ്ത അയാൾ പറയുന്നുണ്ട്, കുറച്ച് നേരത്തെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലേ, കോഴി കെട്ടിട്ട് വന്ന അവർ രണ്ടുപേരുടെയും ഫിംഗർ പ്രിന്റ് ആണ് കൊലയാളികളുടെ ഫിംഗർ പ്രിന്റ് ആയിട്ട് മാച്ച് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അതേമാനില്ലേ ഉടനെ തന്നെ ഇൻസ്പെക്ടറെ വിളിച്ചിട്ട്, മേഡം ആ കൊലയാളികൾ ആരാന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ അടുത്ത് ഞാൻ ഒരു വീട്ടിൽ സ്റ്റേ ചെയ്തെന്ന് പറഞ്ഞില്ലേ, അവിടെയുള്ള 2 ആണുങ്ങളാണ് ഇതിന്റെ പിന്നിൽ. അപ്പോൾ ഇൻസ്പെക്ടറും പറയുന്നുണ്ട്, ഞാനും ആ കൈരേഖ മാച്ച് ചെയ്തിട്ടുണ്ട്. ഒരു അരമണിക്കൂർ മുമ്പാണ് അവർ ഈ സ്റ്റേഷനിൽ നിന്ന് എന്റെ കൺമുമ്പിലൂടെ ഇറങ്ങിപ്പോയത്. അപ്പോൾ ഇൻസ്പെക്ടറും നമ്മുടെ അതമാനും കൂടി അവരെ തേടി ഇറങ്ങാൻ നോക്കുമ്പോൾ ഇവരെ അവസാനം ഹെൽപ്പ് ചോദിച്ച ആ ഒരു പോലീസുകാരനില്ലേ, അയാള് വേറെ ആരെയോ വിളിച്ചിട്ട് ആ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി നമ്മുടെ ഹീറോയ്ക്ക് അവരുടെ വീട് എവിടെയെന്നറിയാലോ. അങ്ങനെ ടീമുമായിട്ട് നേരെ അവരുടെ വീട്ടിലെത്തിയിട്ട് ഒരു കോൺസ്റ്റബിള് വാതിൽ തുറക്കാൻ നോക്കുമ്പോൾ ഷോക്ക് അടിച്ച് അങ്ങനെ തെറിച്ച് തൂറ് വീഴാണ്. അതായത് ആ ഒരു പിടിയില് ഷോക്ക് അടിക്കാൻ ഇലക്ട്രിക് വയറ് അവർ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതമാനില്ലേ ആ വാതിലെ ചവിട്ടി പൊളിച്ചിട്ട് ഉള്ളിൽ വന്ന് നോക്കുമ്പോൾ അവിടെ അവരുമില്ല, അവരുണ്ടായതിന്റെ ഒരു തെളിവുമില്ല. ഓൾറെഡി അവരെടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ആ താലിയും അരഞ്ഞാണുമില്ലേ, അതടക്കം അവര് തൂത്ത് വൃത്തിയാക്കി പോയിട്ടുണ്ട്. എന്നാല് അവിടെ ചുമരിലെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇൻസ്പെക്ടർ, ഇത് നിങ്ങളോടാണോ? ചിലപ്പോ ആകാം, അല്ലെങ്കിൽ ആന്ധ്ര പോലീസിനും ആയിരിക്കാം. അപ്പോഴാണ് അവരെ രണ്ടുപേരെയും അന്ന് ആ ഒരു കൊലപാതക കേസിൽ അറസ്റ്റ് ചെയ്തതും അവരെ ഉപദ്രവിച്ചതും ഒരു ഇൻസ്പെക്ടർ ആയിരുന്നില്ലേ, അതും ഒരു MLAക്ക് വേണ്ടിയിട്ട്. അപ്പൊ അവർ രണ്ടുപേരും ഇപ്പോഴും ജീവനോടെ ഉണ്ട്. അന്ന് ഇൻസ്പെക്ടർ ആയിരുന്ന അയാളിപ്പോ DYSP ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അയാള് കട്ട കലിപ്പിലെ നേരെ ആന്ധ്രയിലെ ഇൻസ്പെക്ടർ കാണാൻ വന്നിട്ട്, നിന്റെയൊക്കെ ചോട്ടിൽ വന്നിട്ട് അവന്മാര് പോയിട്ട് വെറുതെ വിട്ടളഞ്ഞല്ലേ. അപ്പോൾ ഇൻസ്പെക്ടർ ആണെങ്കിൽ, സാറേ ഇവര് തമിഴ്നാട്ടിൽ നിന്ന് വന്നതാ, ഇവരെന്തൊക്കെയോ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്ത് കണ്ടുപിടിച്ചു എന്ന് നിങ്ങൾക്കൊക്കെ വല്ല വാച്ച്മാൻ പണിക്കും പോയിക്കൂടെ? അപ്പോൾ അതുമാനാണെങ്കിലേ, സാറേ നിങ്ങളുടെ സ്റ്റേഷൻ പരിധിയിൽ 76 കൊലപാതകം നടന്നു, എന്നിട്ട് നിങ്ങൾ എന്താ കണ്ടുപിടിച്ചേ? ഇതിന്റെയൊക്കെ കാരണം ആ ഒരു കൗൺസിലറുടെ കൊലപാതകമാണെന്നെങ്കിലും നിങ്ങൾക്കറിയായിരുന്നു. കാരണം നിങ്ങളല്ലേ അന്ന് ആ കേസ് അന്വേഷിച്ചത്. കുറ്റവാളികളായിട്ട് അവർ അറസ്റ്റ് ചെയ്ത് അന്ന് ശരിക്കും സാർ അന്വേഷിച്ചിട്ടാണോ അല്ലെങ്കിൽ വെറുതെ പോയി പിടിച്ചതാണോ? അപ്പൊ പ്രഷറായ DYSP, നീ എന്താ എന്നെ പഠിപ്പിക്കുക? അപ്പോൾ ഇൻസ്പെക്ടർ, സാറേ വെറുതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി കൂടിയിട്ട് കാര്യമില്ല, ഇനി എന്താ ചെയ്യാൻ പറ്റാൻ നോക്ക്. അപ്പൊ അതേമാൻ എന്റെ അടുത്ത് ഒരു ഐഡിയ ഉണ്ട്. എന്താ ഐഡിയ? അതായത് അവരെ രണ്ടുപേരെയും നല്ല രീതിയിൽ തന്നെ ചൊറിയുന്ന പോലെ ഒരു പത്രസമ്മേളനം നടത്തുക. അപ്പോൾ DYSP മീഡിയയോട് തമിഴ്നാട്ടിൽ വെച്ചിട്ട് 4 കൊലപാതകം കൂടി അവന്മാര് ചെയ്തിട്ടുണ്ട്, എന്നാൽ അവിടെ അവന്മാരുടെ കൈരേഖ അറിയാതെ വിട്ടുപോയിട്ടുണ്ട്. ആളെ കിട്ടി, ഇനി അധികം താമസിക്കില്ല, അവരെ ഞങ്ങൾ പൂട്ടും. അപ്പോൾ അതേ സമയത്ത് അതമാനിലെ ഇൻസ്പെക്ടറോട് പറയുന്നുണ്ട്, മേഡം ആ ഒരു കേസില് ഇയാൾക്കും കൈയുണ്ട്, അവര് രണ്ടുപേരും അല്ല ആ കൗൺസിലറെ കൊലപ്പെടുത്തി, ഇയാൾ കള്ളക്കേസിൽ അവരെ കുടുക്കിയതാ. അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രക്ക് പ്രഷറായി ടെൻഷനായിട്ട് ഓടി വന്നത്. അപ്പോൾ മീൻ ഇട്ട് കൊടുത്തിട്ട് തന്നെ അവരെ പിടിക്കാനാ എന്റെ പ്ലാന്. DYSP പറയുന്നതൊക്കെ അയേട്ടനും അനിയനുമില്ലേ ഒരു ഹോട്ടലിരുന്ന് TV കണ്ടോണ്ടിരിക്കുന്നുണ്ട്. കുറെ വർഷങ്ങൾക്ക് ശേഷമല്ലേ അവരുടെ ജീവിതം തകർത്ത ആ പോലീസുകാരനെ അവര് നേരിട്ട് കാണുന്നത്. അപ്പോൾ ഏട്ടൻ പറയുന്നുണ്ട്, അവനെ തീർക്ക്, ഇനി വിടാൻ പാടില്ല, ഞാന് അനിയത്തിയും വല്യമ്മയും സേഫ് ആക്കട്ടെ. അങ്ങനെ ഏട്ടനില്ലേ അങ്ങനെ DYSP തീർക്കാന് അയാളുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അതേ സമയത്ത് അനിയത്തിയെ ഒരു മാനസിക ഹോസ്പിറ്റലിലാണ് ട്രീറ്റ്മെന്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അവളെ കാണാൻ വരുമ്പോൾ അവള് മുഖം മൂടിയിട്ട് കിടക്കുകയാണ്. പതിയെ ആ ഒരു ഷീറ്റ് മാറ്റുമ്പോൾ അത് അനിയത്തിയല്ല, നമ്മുടെ ലേഡി ഇൻസ്പെക്ടറാണ് അവനെ ചവിട്ടി തെറിപ്പിക്കുന്നുണ്ട്. അതേ സമയത്ത് നമ്മുടെ ഏട്ടനില്ലേ DYSPയെ തീർക്കാന്ന് പ്ലാൻ ചെയ്തപ്പോൾ ഓൾറെഡി അവിടെ അങ്ങേര് കുറേയധികം ആളുകളെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവൻ ലോക്കായപ്പോൾ മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഇൻസ്പെക്ടറിനെ കൂട്ടായിട്ട് അവിടെ അതേമാനുണ്ട്. അപ്പോൾ അവരാക്രമിക്കാൻ നോക്കുമ്പോൾ അതേമാൻ അവനെ പിന്നിൽ നിന്ന് ലോക്ക് ചെയ്ത് വേഗം തന്നെ അവനെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാൻ നോക്കാണ്. കാരണം ഇപ്പോ അവരുള്ളത് ആന്ധ്ര ഏരിയയിലല്ലേ. എന്നാല് അവര് പാഞ്ഞ് തമിഴ്നാട്ടില് എത്തുന്നതിന് മുൻപ് തന്നെ നമ്മുടെ അതേമാൻ ബോർഡർ കടന്നിട്ടുണ്ട്. പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാല് അവന്മാര് തമിഴ്നാട് പോലീസിന്റെ കയ്യിൽ പെട്ടു കഴിഞ്ഞാല് ഉറപ്പായിട്ടും ആന്ധ്രയിലെ MLA അയാൾക്ക് വേണ്ടിയിട്ടാണല്ലോ ആദ്യത്തെ മർഡർ നടന്നത്, അയാൾ കുടുങ്ങും. അപ്പോൾ അയാൾക്ക് പരിചയമില്ല തമിഴ്നാട്ടിലെ ഒരു MLA വിളിച്ചിട്ട്, നീ എന്താണ് ചെയ്തു തരാന്ന് എനിക്ക് അറിയണ്ട, പക്ഷേ രാവിലെ ആകുമ്പോഴേക്കും നിന്റെ പരിധിയിലുള്ള സ്റ്റേഷനിലെ 2 അക്യൂസ്ഡ് എന്റെ നാട്ടിലെത്തിയിരിക്കണം. അതേ സമയത്ത് നമ്മുടെ അതമാനിലെ അനിയനെ ലോക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അവനോട് നിന്റെ അനിയത്തിക്ക് ഒന്നും സംഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ നീ സത്യം പറ. അന്ന് നിന്റെ അനിയത്തി എന്നെ കണ്ട് ഷോക്കായി വീണു പോയിരുന്നില്ലേ? അപ്പൊ തന്നെ വീട്ടിൽ നിന്ന് എനിക്ക് ചില രേഖകൾ കിട്ടിയിരുന്നു, അതായത് നിങ്ങൾ എവിടെയാണ് അവളെ ട്രീറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നീ എത്തുന്നതിന് മുൻപ് തന്നെ അവളെ ഞാൻ അവിടെ നിന്ന് മാറ്റിയതാ. നീ എന്തിനാ കൊലപാതകം ചെയ്തേ, എവിടെ നിന്നാണ് തുടങ്ങിയെന്ന് നമുക്ക് 2 പേർക്കും അറിയാം. അന്ന് നിനക്ക് സംഭവിച്ചതിന്റെ കാരണം ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഉറപ്പായിട്ടും ഞാൻ ശിക്ഷ വാങ്ങിക്കൊടുത്തിരിക്കും. അപ്പോൾ സത്യം പറ. അപ്പോൾ അവന് ഹീറോ അതമാനൊരു സത്യസന്ധനായ ഓഫീസറാണെന്നറിയാലോ. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും തെളിവായിട്ട് എടുക്കാൻ വേണ്ടി റെക്കോർഡ് ചെയ്തുകൊണ്ട് അവൻ എല്ലാ സത്യങ്ങളും തുറന്നു പറയാണ്. നാട്ടിലെ ചെറിയ ചെറിയ കളവ് കേസുകൾ മാത്രമായിരുന്നു അവര് ചെയ്തോണ്ടിരുന്നത്. എന്നാല് MLAയുടെ അനിയനെ ഒരിക്കൽ ഞങ്ങൾക്ക് തല്ലേണ്ടി വന്നു, അത് അവന്റെ കയ്യിലിരിപ്പുണ്ടാ. എന്നാല് അതിന്റെ പേരില് ചെയ്യാത്ത കൊലപാതകം ഞങ്ങളുടെ തലയിൽ വെച്ച് വന്നു. അത് സമ്മതിക്കാതായപ്പോ അവര് എന്റെ കൺമുമ്പിൽ വെച്ച് ഞാൻ അത്രത്തോളം സ്നേഹിച്ച എന്റെ ഭാര്യയെ പിച്ചു ചീന്തി. ജയിലിൽ നിന്ന് പുറത്തു വന്നപ്പോ ഞങ്ങൾ സ്നേഹിച്ച അവർ 2 പേരും വീട്ടിലുണ്ടായിരുന്നില്ല. കുടുംബം മരണമൂഖമായിരുന്നു. എന്റെ അനിയത്തിയുടെ കണ്ടീഷൻ അറിഞ്ഞപ്പോ
കഴിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും അവരെ രക്ഷിക്കാനേ ജോലി തേടി ഇറങ്ങിയപ്പോൾ നാട്ടിൽ ആരും ഞങ്ങൾക്ക് ജോലി തന്നില്ല. അവരുടെ കണ്ണില് ഞങ്ങൾ കൊലയാളികളല്ലേ. എന്നാല് എങ്ങനെയാണ് അവര് ഈ ഒരു മർഡറിലെ കുറ്റവാളികളായതെന്ന് അന്വേഷിച്ചപ്പോഴാണ് ആ നാട്ടിലെ ഒരു രാഷ്ട്രീയക്കാരൻ വഴി MLAയുടെ മകനുമായിട്ടുള്ള പ്രശ്നത്തിലാണ്, ചോദിക്കാനും പറയാനും ആരും വരില്ല എന്നുള്ള ധൈര്യത്തില് അവര് നിങ്ങളെ ഈ കേസിൽ കുടുക്കിയെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാത്തിനും കാരണം MLAയുടെ മകനല്ലേ. അങ്ങനെ അവനെ തന്നെ ആദ്യം തീർത്ത് കളയാണ്. അതിനുശേഷം MLAയുടെ പല കൂട്ടാളികളെയും ഞങ്ങൾ ഇല്ലാതെയാക്കി. അപ്പോ അതേമാനാണെങ്കിൽ നിന്റെ പ്രതികാരം വീട്ടാൻ 7 കൊലപാതകങ്ങള് നീ ചെയ്തു. എന്നാല് അതിനുശേഷം നടത്തിയ ബാക്കി കൊലപാതകങ്ങള് നിന്റെ ലഹരി തീർക്കാൻ വേണ്ടിയായിരുന്നല്ലേ. നിനക്ക് ഉറപ്പായൊരു ശിക്ഷ കിട്ടും. അത് ആന്ധ്രയിലാണോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലാണോ എന്ന് മാത്രമേ ഇനി തീരുമാനിക്കാനുള്ളൂ. എന്നാല് ഈ സത്യങ്ങളൊക്കെ പുറത്തു വന്നു കഴിഞ്ഞാലേ ആന്ധ്രയിലെ MLAയും പല പൊളിറ്റീഷ്യൻസും പിടിയിലാവില്ലേ. അപ്പോൾ ഓൾറെഡി കറപ്റ്റ് ആയിട്ടുള്ള തമിഴ്നാട്ടിലെ നമ്മുടെ DYSP ഇല്ലേ, അങ്ങനെ അതമാനോട് കടിച്ചു കയറാൻ വരികയാണ്. ആന്ധ്രയിലെ കുറ്റവാളികളെ എന്തിനാണ് തമിഴ്നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്? എന്നിട്ട് ഇൻസ്പെക്ടറിനോട് നിങ്ങളോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇവനെ ടീം ചേർക്കണ്ടെന്ന്, പോയിട്ട് അവരെ കൂട്ടിയിട്ട് വാടാ, എന്നിട്ട് മര്യാദക്ക് ആന്ധ്ര പോലീസിനെ അവരെ കൊണ്ടുപോയി ഏൽപ്പിച്ചിട്ട് വാ. നോക്കുമ്പോൾ ഓൾറെഡി ഏട്ടനെ ആന്ധ്ര പോലീസ് ലോക്ക് ചെയ്തിട്ടുണ്ട്. അതേ സ്ഥലത്തേക്ക് അനിയനെയും കൊണ്ടുവരികയാണ്. അപ്പോൾ ഒരു നിസ്സഹായ നോട്ടം നോക്കിക്കൊണ്ട് അവൻ മുന്നോട്ട് പോകുമ്പോൾ ആന്ധ്ര DYSP ഇല്ലേ, നിങ്ങൾക്കൊന്നും ഞങ്ങളൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ഒരു തുറിച്ച നോട്ടം നോക്കാണ്. നമ്മുടെ ഹീറോയ്ക്കും ഇൻസ്പെക്ടറും എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. അങ്ങനെ രണ്ടുപേരെയും ഒന്നിച്ച് അവിടെ വെച്ച് എൻകൗണ്ടർ ചെയ്യാൻ പോകുന്നു പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവസാനമായിട്ട് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? അപ്പൊ അവരും ഞങ്ങൾക്ക് ഒന്നിച്ച് ഒരു സിഗരറ്റ് വലിക്കണമെന്നുണ്ട്. അങ്ങനെ സിഗരറ്റ് വലിച്ചു തുടങ്ങുമ്പോൾ തന്നെ അവരെ പിന്നിൽ നിന്ന് ഷൂട്ട് ചെയ്തിട്ടാണ്. എന്നാൽ അവരെക്കാൾ കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്തത് ആ DYSP പോലീസുകാരനല്ലേ. അയാള് അവസാനമായിട്ട് ഹീറോയോട് നിനക്കൊന്നും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് വെല്ലുവിളിക്കുമ്പോൾ സാറേ നാളെ എന്നൊന്നുണ്ടല്ലോ, ഒന്നും അങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അടുത്ത സീനിലെ നമ്മുടെ അതമാനെ തേടിയിട്ട് ഇൻസ്പെക്ടർ വരികയാണ്. അല്ല മേഡം എന്തെവിടെ? അല്ല നിങ്ങളെ സ്റ്റേഷനിലും വീട്ടിലും കണ്ടില്ല. അപ്പോൾ കല്യാണ കത്ത് തരാൻ വന്നതാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ചായ കുടിക്കാം. അപ്പോൾ ഇൻസ്പെക്ടർ ആണെങ്കിൽ ഞാൻ കരുതിയത് ഈ കേസ് നിങ്ങളല്ലേ തെളിയിച്ചേ, അപ്പോൾ നിങ്ങൾക്കൊരു റെക്കഗ്നേഷൻ കിട്ടുന്ന ഇങ്ങനെയാവുന്ന കരുതിയില്ല. ശരിക്കും അവര് കുറ്റം ചെയ്ത ആളുകൾ തന്നെയാണ്. എന്നാൽ അവര് കുറ്റം ചെയ്യാൻ കാരണമായ യഥാർത്ഥ കുറ്റവാളികള് ഇപ്പോഴും ഫ്രീ ആയി നടക്കല്ലേ. അപ്പോൾ അതേമാനാണെങ്കിൽ മേഡം അങ്ങനെ കരുതേണ്ട കാര്യമില്ല. യഥാർത്ഥ കുറ്റവാളികൾക്ക് ഞാൻ ശിക്ഷ വാങ്ങിക്കൊടുത്തിരിക്കും. എന്നാലത് കാക്കി ഇട്ടിട്ടാണോ അല്ലയോ എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. എന്നിട്ട് ഓൾറെഡി ടേപ്പ് റെക്കോർഡറിൽ മരണത്തിന് മുൻപ് മരണമൊഴി പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ ഇത് വെച്ച് ഞാൻ ഉറപ്പായിട്ടും അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. അവസാനമായിട്ട് അവന് കൊടുത്ത വാക്കുവാണത്. എനിക്കത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഈ ബിസ്ക്കറ്റ് തീരുമാനിക്കട്ടെ. ചായയിലെ ബിസ്ക്കറ്റ് മുങ്ങിപ്പോവാണെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി മുങ്ങിപ്പോയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ചെയ്തിരിക്കും. ഇതോടുകൂടി ഈ ഒരു സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സീരീസ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതാണ്. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറന്നുപോയ എല്ലാ കൂട്ടുകാരും ഒന്ന് ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ തട്ടിവിടുക. പിന്നെ റോസ്ലിൻ എന്ന സീരീസിന് കോപ്പറേറ്റ് വന്നതുകൊണ്ട് ആ ഒരു വീഡിയോ ഫുള്ളായിട്ട് നമ്മുടെ സീരീസ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞാനൊരു ചെറിയ ഷോർട്ട് വീഡിയോയിൽ പറയുകയും ചെയ്തു. പക്ഷേ നിങ്ങൾ പലരും ആ വീഡിയോ സപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. മറക്കാതെ എല്ലാ കൂട്ടുകാരും ഒന്ന് ആ വീഡിയോ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇതിലും അടിപൊളി ഒരു പുതിയ കഥയുമായിട്ട് നമുക്ക് നാളെ തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും ഇത് നിങ്ങളുടെ ട്വിസ്റ്റ് മലയാളി. ടാറ്റ, ബൈ ബൈ.